Hi all, a very warm good evening. Welcome to MS Psychology second year orientation class. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടല്ലേ, ഏത് സ്ട്രീമാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. ഇനി കുറെ പേര് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട് ക്ലിനിക്കൽ കൗൺസിലിംഗ്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുക, അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. സെക്കൻഡ് ഇയറിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട്, ഓർഗനൈസേഷണൽ ബിഹേവിയർ ഉണ്ട്. ഇത് മൂന്ന് സ്ട്രീമാണ്. മൂന്ന് എന്താ പറയാ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സൈക്കോളജിയുടെ ബ്രാഞ്ചസ് ആണ്. ആദ്യം ക്ലിനിക്കൽ സൈക്കോളജി പറയുകയാണെങ്കിൽ, ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ സൈക്യാട്രിക് ഡിസോർഡർ ഉള്ള, അതായത് മാനസിക രോഗികളെ ട്രീറ്റ് ചെയ്യും, അതുപോലെ തന്നെ അവർക്ക് തെറാപ്പി കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുന്ന, അതായത് സൈക്കാട്രിസ്റ്റ് മരുന്ന് കൊടുക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ്. ഇതാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ കൂടുതലും രോഗങ്ങളെ പറ്റിയിട്ടാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജിയിൽ നമുക്ക് എന്ത് വേണ്ടി വരാം, പ്രാവീണ്യം വേണ്ടി വരാം. മാനസിക രോഗങ്ങൾ ഏതൊക്കെയാണ്, അതായത് ഇങ്ങനെ പറയാം, ഇൻസൈറ്റ് ഇല്ലാത്ത രോഗികൾ, അതായത് തനിക്ക് എന്താണ് പ്രശ്നം എന്ന് അറിയാത്ത, ഇൻസൈറ്റ് ഇല്ലാത്ത, അല്ലെ? നമ്മളൊരു മാനസികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, ചിലപ്പോൾ അവര് തുണിയൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ഉപദ്രവിച്ചെന്ന് വരും. ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ് വിത്ത് ദം. ഇൻസൈറ്റ് ഇല്ല എന്നാ പറയും. ഈ ഇൻസൈറ്റ് ഇല്ലാത്ത രോഗികൾക്ക് തെറപ്പിയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, അവരുടെ തെറപ്പി, അവർക്കുള്ള ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ് ഒക്കെ കൊടുക്കുന്നവരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഇതൊരു പാർട്ട് വർക്ക്, ഒരു ടീം വർക്ക് ആണ്. സൈക്യാട്രിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്യാട്രിക് സോഷ്യൽ വർക്കറും സൈക്യാട്രിക് നേഴ്സും ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഒരു മാനസിക രോഗിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നേരെ വ്യത്യസ്തമാണ് കൗൺസിലിംഗ് സൈക്കോളജി. എനിക്ക് കുറച്ച് ദിവസമായിട്ട് സ്ട്രെസ് ഉണ്ട്, ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് എന്തോ ഹെൽപ്പിന്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ട് ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ എടുത്തേക്കും. അതായത് തനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്ന ഒരാള് സ്വമേധയാണ് ട്രീറ്റ്മെന്റിന് പോവാം. അതായത് ഇൻസൈറ്റ് ഉള്ളവർ പോകുന്നതാണ് കൗൺസിലിംഗ് സൈക്കോളജി. അതായത് ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. അതായത് ഒരു മനുഷ്യൻ രാവിലെ എണീറ്റ് രാത്രി ഉറങ്ങുന്നവരെ അവന്റെ പ്രശ്നങ്ങളാണല്ലേ, അറിയാലോ. യെസ്, പ്രശ്നങ്ങളാണ്. സോ അത് അവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോൾ അവൻ സ്വമേധ, കാരണം ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് ഒരു പേഷ്യന്റ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ക്ലയന്റിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണം. നമുക്ക് ബൈസ്റ്റാൻഡേഴ്സോ ഇൻഫോർമൻസോ ഒന്നും പറയുന്നത് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ്ലി പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ് ഇൻഫോർമൻസിനോട് നമ്മൾ കാര്യം ചോദിക്കുകയും മെജോറിറ്റി ഓഫ് ഒരു മനുഷ്യന്റെ കാര്യം അവന് മാത്രം അറിയാം, ഒരാൾക്കത് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് കൗൺസിലിംഗ് സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജി തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇത് കൂടാതെ ഉള്ളൊരു ഫീൽഡാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇതിപ്പോ ഒരു ഓർഗനൈസേഷൻ ആണ്, സൈക്കോളജിസ്റ്റ് അഫാസ് വെൽനസ് ഒരു ഓർഗനൈസേഷൻ ആണ്. ഇവിടെ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ നിയമിക്കുകയാണെങ്കിൽ അതൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒന്നല്ല, ഒരു OB അതായത് ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം. അതായത് ആ ഓർഗനൈസേഷൻ ഉന്നമനത്തിലേക്ക് എത്തിക്കാം. അവിടുത്തെ വർക്കേഴ്സിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ, വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുക, കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് ആ ഓർഗനൈസേഷനെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ള മോട്ടീവോടെ ആ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളായിരിക്കും ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ്, OB സൈക്കോളജിസ്റ്റ്. അപ്പം ഇവിടെയൊക്കെയുള്ള പ്രത്യേകത എന്താണ്? ഇവരൊക്കെ ഇവരുടെ ജോലി, എനിക്ക് ഒരിക്കലും ഒരു മാനസിക രോഗിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് മൈ സ്പെഷ്യലൈസേഷൻ ഇസ് കൗൺസിലിംഗ് സൈക്കോളജി. പക്ഷേ ഞാൻ ജനറൽ സൈക്കോളജി ആണ് പഠിച്ചതുകൊണ്ട് രണ്ടും പഠിച്ചിട്ടുണ്ട്. എല്ലാവരും രണ്ടും പഠിക്കണം എന്നാട്ടോ എൻ്റെ ഒരു, കാരണം നമ്മളെടുത്തിപ്പോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് നടന്നിരിക്കണം, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പൊ എന്റെ അടുത്തൊക്കെ ഒരാൾ വരാണ് ഡീപ്പ് ഡിപ്രഷൻ അല്ലെങ്കിൽ എന്താണ് സിവിയർ ഡിപ്രഷൻ ആണെങ്കിൽ ഐ ഹാവ് ടു റെഫർ ഹിം ടു സൈക്യാട്രിസ്റ്റ് ഓർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സോ അത് ടീം വർക്കാണ്. സോ രണ്ട് സ്ട്രീമും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് വളരെ വലിയ ഒരു കാര്യം. അപ്പോൾ സൈക്കോളജിയുടെ ക്ലാസ് ആണെങ്കിൽ നമ്മൾ ഏത് സ്ട്രീം സെലക്ട് ചെയ്തവർക്കും 2 ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണം. കാരണം ഞാൻ ജനറൽ സൈക്കോളജി ആണ് പഠിച്ചത്. രണ്ടും ഒരു മിനിറ്റ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആരാന്ന് ചോദിക്കുന്നുണ്ട്. കൺസൾട്ട് ചെയ്യുന്ന ആരും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ലൈക്ക് കൺസൾട്ടേഷൻ ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, OBയും
അപ്പൊ ഞാനൊരു കൗൺസിലിംഗ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ ക്ലിനിക്കൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, OB കൺസൾട്ട് ചെയ്യുന്ന ആരും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. സോ ഞാൻ ജനറൽ സൈക്കോളജിയിലാണ് PG ചെയ്തുകൊണ്ട് തന്നെ 2 വിഭാഗവും ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ ഇന്റേൺഷിപ്പ് കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലായിരുന്നു. ഞാനിപ്പം ഇവിടെ നടത്തുന്ന ഇന്റേൺഷിപ്പിനും ഞാൻ ടൈപ്പ് ആയിട്ടുള്ളത് മാനസ് മെന്റൽ ഹെൽത്തിലാണ്. കൂടാതെ ഞാൻ ക്ലിനിക്കലിലും കൗൺസിലിംഗിലും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. സോ രണ്ടും ഒരു സൈക്കോളജി സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കേണ്ട മേഖലയാണ്. കാരണം ഒരു ഡിസോർഡറിനെ പറ്റി ആഴത്തിൽ അറിഞ്ഞാൽ ഒരു ഡിസോർഡറിൽ ആളെ വന്നാൽ നമുക്ക് അതിനെ തിരിച്ചറിഞ്ഞ് അതിനേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, നമ്മുടെ സൈക്കോസ്റ്റയിൽ സെക്കൻഡ് ഇയർ ജോയിൻ ചെയ്യുന്നവർക്ക് 2 ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ക്ലിനിക്കലിന്റെ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യും, കൗൺസിലിംഗിന്റെ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ലൈവും പ്രൊവൈഡ് ചെയ്യും, വീഡിയോസും പ്രൊവൈഡ് ചെയ്യും. പക്ഷെ രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നാണ്. എക്സാമിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വിഷയം പഠിച്ചാൽ മതി. സൈക്കോളജിയിൽ താല്പര്യമുള്ളവരുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിങ് വെറും ഒരു PG ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീം മാത്രം പഠിച്ചാൽ മതി. അല്ല, ഡിസോർഡേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ആഴത്തിൽ അറിയണം. ഒരു ഡിസോർഡേഴ്സ് ഒക്കെ ആഴത്തിൽ പഠിപ്പിക്കുന്നത് ക്ലിനിക്കലിൽ തന്നെയാണ്. തെറപ്പീസ് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നത് കൗൺസിലിംഗ്. അതുപോലെ തെറപ്പി അറിഞ്ഞിരിക്കുന്നതും. തെറപ്പി തന്നെ നിങ്ങൾ വിചാരിക്കും ഒരാൾക്ക് ഒത്തിരി തെറാപ്പി പഠിക്കാൻ പറ്റും, ഇല്ല. കാരണം ഓരോ തെറാപ്പിയുടെയും അണ്ടർലൈൻ തിയറി തന്നെ വേറെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് I am a CBT തെറപ്പിസ്റ്റ്. ഞാനൊരു CBT സ്പെഷ്യലിസ്റ്റ് ആണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് ഞാൻ എന്റെ ക്ലയൻസിന് കൊടുക്കാറ്, അല്ലെങ്കിൽ എന്റെ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരാള് അകാരണമായിട്ട് ദേഷ്യപ്പെടുന്നത്, ഭയങ്കര ദേഷ്യമാണ്, അയാൾക്ക് ആങ്കർ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നില്ല. ഒരു സൈക്കോ അനാലിസ്റ്റ് ആണെങ്കിൽ പറയാം അത് സൈക്കോ സെക്ഷൽ സ്റ്റേജസിൽ ഫിക്സേഷൻ സംഭവിച്ചത് കാരണം അയാൾക്ക് ഈ പ്രശ്നം. ഈ സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ ഫിക്സേറ്റഡ് ആയ കാര്യം അയാളുടെ അൺകോൺഷ്യസ് കിടക്കുന്നുണ്ട്. അത് കാരണമാണ് ഇയാൾക്ക് ഈ ആങ്കർ ഇഷ്യൂസ് വരുന്നത്. എന്നിട്ട് അത് ഡ്രീം അനാലിസിസിലൂടെയും ഫ്രീ അസോസിയേഷനിലൂടെയൊക്കെ കോൺഷ്യസ് പാർട്ടിലേക്ക് കൊണ്ടുവന്ന് റിസോൾവ് ചെയ്യാണ് ചെയ്യുക. ഇനി ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ പറയും ഇയാൾ കണ്ടുപിടിച്ചതാണ്, അല്ലെങ്കിൽ കണ്ടീഷൻഡ് ആയതാണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് കാരണമാണ് ഇയാൾക്ക് ഈ ദേഷ്യം. അവര് പണിഷ്മെന്റും അതുപോലെ റിവാർഡും ഒക്കെ വെച്ചിട്ടാണ് അതിനെ എന്ത് ചെയ്യുക, പോപ്പപ്പ് ചെയ്യുക. ഇനി മൂന്നാമത്തത് പേഴ്സൺ സെന്റേർഡ് തെറാപ്പി, അല്ലെങ്കിൽ റോജേറിയൻ തെറാപ്പി എന്നൊക്കെ പറയും. അവിടെ പറയാ അല്ല, അവരുടെ തിയറി പ്രകാരം ഒരാളുടെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും, അതായത് റിയൽ സെൽഫ് എന്ന് ഉദ്ദേശിക്കുന്ന അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അയാൾ, ഇനി ഐഡിയൽ സെൽഫോ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കൂലേ, സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നത് നമ്മൾ. അപ്പം ഈ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും നമ്മൾ ഒത്തിരി അന്തരം ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് മാനസിക പ്രശ്നം വരുന്നതാണ് റോജേറിയൻ തെറാപ്പിയിൽ പറയുന്നത്. അവര് ഒരാളെ റിയൽ സെൽഫിലേക്ക് എത്തിച്ച് അതുവഴി പ്രശ്നം പരിഹരിക്കാനാണ്. ഞാനൊരു CBT തെറാപ്പിസ്റ്റ് ആണ്. ഞാൻ വിശ്വസിക്കുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ, അതായത് ഒരാളുടെ ഇറാഷണൽ ആയിട്ടുള്ള ചിന്തകൾ കാരണമാണ് അയാൾക്ക് പ്രശ്നം. കോഗ്നിറ്റീവ് ട്രയാഡ്, അതായത് ബിഹേവിയറും തോട്ട്സും ഇമോഷൻസും കണക്റ്റഡ് ആണ്. സോ ഇയാളുടെ ചിന്തകളാണ് ഇയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സോ ഇറാഷണൽ ആയിട്ടുള്ള ചിന്തകളെ റാഷണൽ ആക്കി കൊടുക്കുകയും അതുവഴി നമ്മൾ എന്താ ചെയ്യുന്നത്, അയാളെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ തെറാപ്പിക്കും ഓരോ തിയറിയും അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിസോൾവും ചെയ്യും. അപ്പൊ കണ്ടോ, ഒരാൾക്ക് ഒരു തെറപ്പിയിലാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുക. പക്ഷെ എല്ലാ തെറപ്പിയുടെ അണ്ടർലൈൻ തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കും. ഓക്കെ ആണോ? മാം CBT എവിടുന്നാണ് ചെയ്യാ? പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ച ആൾക്ക് കൗൺസിലിംഗ് സൈക്കോളജി ചെയ്യാൻ പറ്റുമോ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോ ക്ലിനിക്കൽ സ്ട്രീം ആയിക്കോട്ടെ കൗൺസിലിംഗ് സ്ട്രീം ആയിക്കോട്ടെ ഏതെടുത്താലും നിങ്ങൾ വെറും സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള പദവിയിലേക്ക് വരത്തുള്ളൂ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ 2 വർഷം MPhil ചെയ്യൽ നിർബന്ധമാണ്. MPhilഉം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുള്ളൂ. ഇതുവരെ അങ്ങനെയായിരുന്നു. PG കഴിഞ്ഞിട്ട് 2 വർഷം ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhil ചെയ്യുക. MPhil എടുത്ത് ഒഴിവാക്കാണ്. ഇനി എനിക്ക് തോന്നുന്നു 2 വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ, അതായത് 6 വർഷം ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ട് ക്ലിനിക്കൽ സൈക്കോളജി പഠിപ്പിക്കാം എന്നുള്ള ലെവലിലേക്ക് പോവാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും MA കഴിഞ്ഞോ MSc കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരിക്കലും MScയിലോ MAയിലോ നിങ്ങൾ ക്ലിനിക്കൽ സ്പെഷ്യലൈസ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റില്ല. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ 2 വർഷം MPhil നിർബന്ധമാണ്. MPhil ചെയ്താൽ മാത്രമാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ വേണ്ടി പറ്റലും ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആവാണ് ചെയ്യാം. അത് നിങ്ങൾ തെറപ്പിയിൽ സ്പെഷ്യലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിലവില്
റെഗുലറുകാർക്ക് റെഗുലർ വേണം എന്നുള്ളൊരു നിർബന്ധം ആയിട്ടില്ല. പക്ഷെ ആവും എന്ന് പറയുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ റെഗുലർ നിർബന്ധം ആവും എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് 2 കൊല്ലം പോയിട്ട് റെഗുലറിൽ ചെയ്യാനും പറ്റും. യെസ്, ബിറ്റ് കൗണ്ട്സ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്കോളജിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സൈക്കോളജിസ്റ്റ് ആണ് എല്ലാവരും, സൈക്കോളജിയിൽ PG ചെയ്യുന്ന എല്ലാവരും സൈക്കോളജിസ്റ്റ് ആണ്. ബാക്കി മൊത്തം സൈക്കോളജിയുടെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ സ്ട്രീംസ് ആണ്. ആർക്ക് നമ്മൾ പിന്നെ സർവീസ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ നോക്കിക്കേ, മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ കാർഡിയോളജിസ്റ്റ്, ഓങ്കോളജിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, ENT സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ ഒരുപാട് വിഭാഗങ്ങളില്ലേ. ഇപ്പൊ സ്ത്രീ സംബന്ധമായിട്ടുള്ള പ്രസവം അങ്ങനത്തെ കാര്യങ്ങൾ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ആണ്. പിന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളത് ഗ്യാസ്ട്രോളജിസ്റ്റ് ആണ്. അത് കണക്ക് നമ്മളിലുള്ള വിഭാഗങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഇപ്പൊ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഇൻസൈറ്റ് ഉള്ള ആളുകൾക്ക് തെറപ്പിയും കാര്യങ്ങളും കൊടുക്കുന്നവരാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇൻസൈറ്റ് ഇല്ലാത്ത മെന്റൽ ഹെൽത്ത് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നവരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. വെറും 2% മാത്രമേ ഉള്ളൂ കേട്ടോ. വേൾഡ് പോപ്പുലേഷനിൽ എനിക്ക് തോന്നുന്നു അറൌണ്ട് 2% മാത്രമേ മാനസിക രോഗികളുള്ളൂ. ബാക്കിയും മാനസിക പ്രശ്നങ്ങളാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് ഒരിക്കലും മാനസിക രോഗത്തിന് ട്രീറ്റ് ചെയ്യുന്നവർ മാത്രമല്ല കേട്ടോ സൈക്കോളജിസ്റ്റുകൾ. ഇപ്പൊ സ്കൂളിൽ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, ലേണിംഗിൽ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ, പാരന്റ്സുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ, പിയർ ഗ്രൂപ്പുമായിട്ടുള്ള ഇഷ്യൂ, അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി അവരെ പഠനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്ന വിഭാഗമാണ് ഇത് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ജോലി. ആ ഒരു ധർമ്മം അവരാണ് ചെയ്യുക. അതായത് ആ സ്കൂളിലെ കുട്ടിയുടെ പഠനത്തിൽ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ധർമ്മം. ഇനി സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. എന്താണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ്? സ്പോർട്സ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് സ്പോർട്സ്മാന്റെയും കോച്ചിന്റെയും ആൻസൈറ്റി, സ്ട്രെസ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾ. ഇതെന്താ പറയുക, ഓരോരുത്തരും സ്പോർട്സ് സൈക്കോളജിസ്റ്റിന് ഒരിക്കലും ഒരു മെന്റൽ ഹെൽത്ത് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കൺസൾട്ടന്റ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. എനിക്ക് ഒരിക്കലും ഒരു സ്പോർട്സ്മാന്റെ ബൂസ്റ്റിങ്ങിനെ പറ്റി അറിയില്ല. ഓരോരുത്തരും ഓരോന്നിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഒത്തിരി വിഭാഗം. ഇപ്പൊ സൈക്കോ ഓങ്കോളജിസ്റ്റ് ഉണ്ട്. ക്യാൻസർ രോഗികൾക്ക് മാത്രം ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്നവരാണ് സൈക്കോ ഓങ്കോളജിസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് വിഭാഗങ്ങൾ വരുന്നത്. പക്ഷെ മെയിൻ 2 സ്ട്രീം ആയിട്ട് പറയുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയും ക്ലിനിക്കൽ സൈക്കോളജിയാണ്. PGയിൽ എന്റെ ഒരു അഭിപ്രായം നിങ്ങൾ 2ഉം പഠിക്കണം എന്നാണ്. 2ഉം പഠിച്ചാല് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഏതിലേക്ക് നിങ്ങൾക്ക് വഴിതിരിഞ്ഞു പോകണമെന്ന് ഒരു ധാരണ. ഓക്കെ ആണോ മാം? ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഓഫ് കോഴ്സ്. ഇതിലിപ്പോ മാം 2ഉം പഠിക്കാന്ന് പറഞ്ഞു. ഇത് ഞാനിത് മനസ്സിൽ വിചാരിച്ച കാര്യമാണ്. കാരണം 1 ഇയറിന്റെ കൗൺസിലിംഗ് കഴിഞ്ഞ ആളാണ്. ഞാൻ ICA രജിസ്റ്റേർഡ് കൗൺസിലർ ആണ്. അപ്പൊ എന്റെ സംശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി എടുക്കാം എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ എന്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള സംശയം എന്ന് വെച്ചാൽ, ഈ MA നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഇതിൽ ഇഗ്നോയിലെ ക്ലിനിക്കൽ സൈക്കോളജി എടുത്താൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള MPhil ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രജിസ്ട്രേഷൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ സൈക്കോളജിസ്റ്റുമാരുടെ ഇടയിൽ നിറയെ കോൺഫ്ലിക്ട്സ് ഉണ്ട്. മാമിന് അറിയാലോ? അറിയാം. ഇപ്പൊ നിലവില് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ലൈക്ക് ഒരു സർക്കുലർ ഒന്നും വന്നിട്ടില്ല. ഞാൻ റെഗുലർ പഠിച്ചാൽ ആളായാലും, റെഗുലർ പഠിച്ച എത്ര ആളുകൾ വീട്ടിലിരിക്കുന്നുണ്ട്. ഈ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന സ്കില്ലാണ്. അതിനോട് പാഷനേറ്റ് ആയിരിക്കുക. ആ സ്കില്ല് എപ്പോഴെന്താ വളർത്താൻ പറ്റുന്നതാണ്. ആ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്ന, അതായത് ഒരു രോഗി അല്ലെങ്കിൽ ഒരു ക്ലയന്റ് നമ്മളെടുത്ത് വന്നാൽ അയാൾക്ക് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ വരാണ്. അത് കൃത്യമായിട്ട് കേട്ട് അത് കൃത്യമായിട്ട്, ഇപ്പൊ നോക്കിക്കേ, ഇന്ന് വന്നിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ CBT റിപ്പോർട്ടാണ് ഇന്ന് വന്നത്. ഇത്രയും അവർ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, ഇത് CBTയുടെ വർക്ക്ഷീറ്റ് ആണ്, ഇത്രയും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അതിലേക്ക് അവർ എത്തിക്കുക. അതായത് ഒരുപാട് കടമ്പകളുണ്ട്. ആളുകളുടെ തെറ്റിദ്ധാരണ കുറെ സംസാരിച്ചിരിക്കലാണ് കൗൺസിലിംഗ് എന്ന്. ഒരിക്കലും അല്ല. സംസാരിച്ചിരുന്നെന്ന് വെച്ച് ഒരാളുടെ, അപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്നത് സംസാരിച്ചിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗം തന്നെയാണ്.
നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും കൗൺസിലിംഗ് അല്ല, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി. ഇറ്റ് ഇസ് വെരി ഡിഫറെന്റ്. അതൊരിക്കലും സംസാരിച്ചിരിക്കില്ല. 1 മണിക്കൂർ ഒരു പേഷ്യന്റ് നമ്മളെടുത്ത് ഇരിക്കുകയാണെങ്കിൽ ആ 1 മണിക്കൂർ സ്ട്രക്ചേർഡ് ആണ്. ഫസ്റ്റ് റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം, നമ്മൾ അവർ അറ്റൻറ്റീവ് ആൻഡ് ലിസണിങ് ചെയ്യണം, അതിനുശേഷം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം, അതിനുശേഷം പിന്നെ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കണം. അതുപോലെ ഓരോ സമയനിബിദ്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച CBT റൈറ്റിംഗ് തെറാപ്പിയാണ്. അതിന് ആ CBTക്ക് ആണെങ്കിൽ പോലും ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. കുറേ കൗൺസിലേഴ്സും എന്താ പറയാ റിലീജിയസ് ബേസിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും, മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത്. എടുക്കുന്ന ആളുകൾ എനിക്കറിയാം. നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെർമിനേഷന്റെ സമയത്ത് ആ മാറ്റങ്ങൾ, ഞാൻ ഇവിടെ ഇന്റേൺഷിപ്പിന് വരുന്ന കുട്ടികൾക്ക് എന്റെ അടുത്ത് വരുന്ന കേസുകൾ കൃത്യമായിട്ട്, ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ കേസ് വെച്ചിട്ടാണ് പഠിപ്പിക്കാറുള്ളത്. കാരണം കേസ് വെച്ച് പഠിപ്പിക്കുമ്പോഴേ ഒരു കേസ് കേൾക്കുന്ന സമയത്ത് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ കേസ് വെച്ച് ഞാൻ കേസ് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് മനസ്സിലാവുക എന്തോരം വ്യത്യാസം. ദിസ് ഇസ് അബൌട്ട് ഒരു 20-30 പേജസ് ഉണ്ട്. അത് ഇത്രയും ഒരു ക്ലയന്റ് എഴുതി വരുന്നെങ്കിൽ അത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടാ. സോ അതിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഘടകം. ഞാൻ പറഞ്ഞല്ലോ, റെഗുലർ ആയിരിക്കുക അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിരിക്കുക എന്നൊന്നുമല്ല. ഈ ഒരു വിഭാഗത്തിൽ പാഷനേറ്റ് ആയിരിക്കുക ആൻഡ് അത്രയും ക്ഷമയും അത്രയും, ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രശ്നമാണെങ്കിൽ, ഇപ്പൊ എനിക്ക് 1-2 കേസസ് ഒക്കെ ഉണ്ട്. 6, 7, 8 വയസ്സുള്ളപ്പം അബ്യൂസ് ഒക്കെ നേരിട്ടിട്ട് ഇപ്പൊ സെക്ഷൽ ഫ്രീസിങ് ഒക്കെയുള്ള കേസ് ഉണ്ട്. പക്ഷെ 15-16 വർഷം പഴക്കമാണ്. ആ സമയത്ത് അത്രയും ക്ഷമയോടെ ഓരോന്നായിട്ട് അഴിച്ചെടുത്ത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ആരോടും പറയാൻ പറ്റാത്ത പ്രശ്നം. നമുക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെയും ചെന്ന് പറയണേ, ഓൾക്ക് അതിനെക്കാട് വലിയ പ്രശ്നമായിരിക്കും നമ്മളോട് ഇങ്ങനെ. പലപ്പോഴും നമുക്കും തോന്നാറില്ലേ, നമ്മളെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ജസ്റ്റ് ഒന്ന് കേട്ടാ മതി എന്നുള്ളത്, അല്ലേ? അപ്പൊ അങ്ങനെ ഒരാളോടും പറയാൻ പറ്റാതെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ്. അത്രയും ക്ഷമയോടെ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. നമ്മളുടെ ഒരു റിലീജിയസ് ഇമോഷൻസ് എക്സ്പ്രഷൻസ് ഒന്നും കയറി വരാതെ അവരത്രയും റെസ്പെക്ട് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സൈക്കോളജിയുടെ ടെക്സ്റ്റ് ബുക്സിൽ പറയുന്നുണ്ട്, അവരെ ഫൈനൽ ടെർമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ ക്യാൻ ഐ ഹഗ് യു എന്ന് ചോദിക്കും. ഞാൻ നിങ്ങളൊന്ന് ഹഗ് ചെയ്തോട്ടെ, അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തിട്ട് ആ ഹഗ്ഗിന് വേണ്ടി കൊതിക്കുന്നവരായിരിക്കണം ഓരോ സൈക്കോളജിസ്റ്റും എന്നാണ്. എന്ത് സന്തോഷാണെന്നറിയാം. ഫിനാൻസിന്റെ അപ്പുറത്തോട്ട് കേട്ടോ. യെസ്, നമുക്കൊക്കെ കാശ് പിന്നെ പേയ്മെന്റ് എടുത്തിട്ട് തന്നെയാണ് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത്. വെറുതെ ഒന്നും ചെയ്തു കൊടുക്കാറില്ല. പക്ഷേ ഒരാൾ പ്രശ്നം മാറി പോകുന്ന സമയത്ത് അവിടെ ആത്മാർത്ഥമായിട്ട്, എനിക്ക് ഒത്തിരി കേസസ് ഉണ്ട് അങ്ങനെ. മാം ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, താങ്ക്സ് എ ലോട്ട് എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ട്. ദാറ്റ് ഇസ് വെരി പ്രഷ്യസ്. സോ അതിലേക്ക് എത്തണമെങ്കിൽ കറക്റ്റ് വർക്ക്ഔട്ട്. അല്ലാതെ കുറെ ഡിഗ്രിയും PGയും നമ്മുടെ കയ്യിൽ ഇരുന്നെന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ 2022 ഒക്ടോബറിലാണ് പാസ് ഔട്ട് ആയത്. 2023 ജനുവരി 1 ഇപ്പോഴും ഞാനിവിടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ അത്രയും പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് ഇപ്പം CBT ഒക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. CBT മാത്രമല്ല, ഞാൻ ഒട്ടുമിക്ക തെറാപ്പീസും ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു റെലവെന്റ് ആയിട്ട് തോന്നിയ തെറാപ്പി CBT ആയതുകൊണ്ട് അത് ഞാൻ ചൂസ് ചെയ്യാൻ. അതുപോലെ നിങ്ങൾക്ക് എല്ലാ തെറാപ്പിയും പഠിക്കാനുണ്ട്, യു ക്യാൻ ഓൾസോ ചൂസ്. അപ്പൊ തെറാപ്പി എപ്പോഴും ആ തെറാപ്പി പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ കീഴിൽ പോയിട്ട് പഠിക്കുക. നല്ല തെറാപ്പിക്കായിട്ട് വേറെ കോഴ്സ് ഒന്നും ഇല്ല കേട്ടോ. ആ തെറാപ്പി ആരാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അവരുടെ കീഴിൽ പോയി നിന്ന് അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ കണ്ട് കേട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഞാൻ എപ്പോഴും പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിനെ കൂടെ പഠിക്കാം നിങ്ങൾക്ക് സൈക്കോളജി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒരു പ്രാക്ടീസിങ് സൈക്കോളജി, എസ്പെഷ്യലി ഈ സബ്ജക്ട്സ് യു കൻ ഡിഫറൻഷിയേറ്റ്. ഒരു പ്രാക്ടീസിങ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ കൂടെ പഠിക്കുമ്പോഴുള്ള ഡിഫറൻസ്. ഐ പ്രോമിസ് യു ദാറ്റ്. ഓക്കെ ആണോ മാം? ചെറിയ കാര്യം കൂടെ എനിക്ക് ക്ലിയർ ആവാനുണ്ട്, ചെറിയൊരു കാര്യം കൂടെ. ഇതും എനിക്ക് ഓക്കെയാണ്. അപ്പൊ എനിക്ക് വീണ്ടും ഉള്ള പ്രോബ്ലം എന്താ വെച്ചാല്, ഇത് ഞാൻ വീണ്ടും പറയുന്നത്, ഇത് നമ്മൾ ക്ലിനിക്കൽ എടുത്ത് മാം പറഞ്ഞു ഇപ്പൊ റെഗുലർ ഡിസ്റ്റൻസ് വിഷയം ഇല്ല എന്നുള്ളത്. ഇനി ഒരിക്കലും ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഞാൻ അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് കേട്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെ പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല ഇപ്പൊ. കാരണം ഒരു സർക്കുലറും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളും ആയി.
അതാ ഞാൻ എന്റെ 1-2 പേര് ഫ്രണ്ട്സ് 2-3 പേര് എന്റെ ഇവിടെ ഉണ്ടായിരുന്ന സൈക്കോളജിസ്റ്റ്, എനിക്ക് ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, അവർ ഇഗ്നോന്ന് PG കഴിഞ്ഞവരാണ്. ഓക്കെ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ? നോ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എടുത്തവർ Okay. മാത്രമേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുള്ളൂ. ഈ 5 വർഷം PG കഴിഞ്ഞവരെ എല്ലാവരും സൈക്കോളജിസ്റ്റ് മാത്രമാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുന്നില്ല. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ വീണ്ടും 2 വർഷം MPhil പഠിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റിക്കോളൂ കേട്ടോ. ഈ MA ക്ലിനിക്കൽ സ്പെഷ്യലൈസ് ചെയ്തെന്ന് വെച്ച് നിങ്ങൾ ആരും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ പോകുന്നില്ല. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ റെഗുലർ ബേസിസിൽ PG ചെയ്ത്, ഡിസ്റ്റൻസിന്റെ കേസ് എനിക്ക് അറിയില്ല കേട്ടോ, അറിയാത്തോണ്ട് പറയാണ്, റെഗുലർ ബേസിസിൽ PG ചെയ്ത് MPhil എൻട്രൻസ് എഴുതണം. MPhil എൻട്രൻസ് എഴുതി 2 വർഷം MPhil പഠിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാനുള്ളത്. പിന്നെ MPhil ഇല്ലാത്ത ഏതൊക്കെ കോളേജസ് ഉണ്ട്, ഡൊണേഷൻ ഒക്കെ വാങ്ങി പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയും ഇല്ല. ഇങ്ങനെയാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ള സ്ട്രീമിലേക്ക്. അത് 2 വർഷം MPhil എൻട്രൻസ് എഴുതണമെങ്കിൽ റെഗുലർ ആയിട്ട് തന്നെ ചെയ്യണം, അതോ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എനിക്കറിയില്ല. കാരണം ഇഗ്നോ നാഷണൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് പല സ്ട്രീംസും ഇഗ്നോനെ അംഗീകരിക്കുന്നുണ്ട്. ഇഗ്നോയുടെ കേസ് കേട്ടോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ CUET ഡിഗ്രി പിന്നെ ഇഗ്നോയിൽ പഠിച്ച ഒരു കുട്ടിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ PGക്ക് എൻട്രൻസ് എഴുതും, ബുദ്ധിമുട്ടില്ല. അപ്പം ഇഗ്നോ ഇഗ്നോ അത്രയും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി, ഇന്ത്യയുടെ പ്രസിഡന്റ് തന്നെയല്ലേ ഇഗ്നോയുടെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത്, അപ്പൊ നാഷണൽ യൂണിവേഴ്സിറ്റി അല്ലേ. സോ ഇഗ്നോയുടെ കേസിൽ എനിക്ക് അറിയില്ല, ലൈക്ക് ചിലപ്പം മിക്ക യൂണിവേഴ്സിറ്റികളും ഇഗ്നോനെ അംഗീകരിക്കാറുണ്ട്. MPhil നിങ്ങൾക്ക് എൻട്രൻസ് ചെയ്ത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. നോട്ട് ഷുവർ അബൌട്ട് ബിക്കോസ് ഐ എം നോട്ട് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി. സോ രണ്ടും ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് രണ്ടും എനിക്കറിയാം. രണ്ടും പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇഗ്നോ എനിക്കത് മനസ്സിലായില്ല, ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ? ജനറൽ സൈക്കോളജി ഞാൻ റെഗുലർ ആയിട്ട് MSc ജനറൽ സൈക്കോളജിയാണ്. ഞങ്ങൾക്ക് രണ്ടും സ്പെഷ്യലൈസ് ചെയ്യാൻ ഒരു സെമസ്റ്ററിൽ കൗൺസിലിംഗും സ്പെഷ്യലൈസ് ചെയ്യാണ്ട്, ഒരു സെമസ്റ്ററിൽ ക്ലിനിക്കലും സ്പെഷ്യലൈസ് ചെയ്യാണ്ട്, തെറപ്പിസ്റ്റും കാര്യങ്ങളൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാനുണ്ട്. രണ്ടും വരുന്നുണ്ട്. സോ ജനറൽ സൈക്കോളജി ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം തന്നെ അതായിരുന്നു. അപ്ലൈഡ് ഒക്കെ ഉണ്ടായിട്ട് എനിക്ക് ജനറൽ മതി, ബിക്കോസ് രണ്ടും എനിക്ക് ഒന്ന് അറിയണം. ഞാൻ പറഞ്ഞില്ല, 2 ഇന്റേൺഷിപ്പും ഞാൻ ചെയ്തിട്ടുണ്ട്. കുതിരട്ടം മെന്റൽ ഹോസ്പിറ്റലും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ. അതായത് ഇതുപോലെ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പ്രജീഷ് പാലന്ദ്രയുടെ അണ്ടറിലും ഞാൻ ചെയ്തിട്ടുണ്ട്. യെസ്, ക്ലിനിക്കൽ ആയാലും കൗൺസിലിംഗ് ആയാലും MA MSc ചെയ്താൽ സൈക്കോളജിസ്റ്റ് മാത്രമാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നമ്മളെ കേസിൽ ഹലോ മാം, ഇഗ്നോ സ്റ്റുഡൻസിന്റെ കേസിൽ മാം പറഞ്ഞ പോലെ, മാം ചെയ്ത പോലെ നമുക്ക് പോസിബിൾ അല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, സൈക്കോസ്റ്റയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും പഠിക്കാം. എക്സാം ഒരെണ്ണം എഴുതിയാൽ മതിയേ ഉള്ളൂ. ഇത് പഠിക്കാന്നുള്ള അറിഞ്ഞിരിക്കാന്നുള്ളതാണ്. മനസ്സിലായോ? ഞാൻ രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് വലിയ നഷ്ടമൊന്നുമില്ല, കാരണം രണ്ടും ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട്. അപ്പൊ ആര് ജോയിൻ ചെയ്താലും രണ്ടും കൊടുക്കാന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ. CBT ചെയ്യുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് വല്ലതും കിട്ടുമോ, അതോ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ലേ CBTക്ക്? CBTക്ക് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർട്ടിഫൈഡ് കോഴ്സ് ഒന്നല്ല CBT. ജൂഡിത് ബെക്കിന്റെ ബുക്ക് അരച്ച് കലക്കി കുടിച്ച് പഠിക്കുക എന്നുള്ളതാണ്, ക്ഷമയുള്ള പ്രോസസ്സാണ്. ഞാൻ ഡോക്ടർ പ്രജീഷ് പാലന്ദ്രയുടെ കീഴിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞാനിവിടെ CBT കൊടുക്കുന്നുണ്ട്, CBT കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ സാറാണ് നമുക്ക് സർട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട്, ഇപ്പൊ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നിർബന്ധമൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് കുറെ ഉണ്ടായിന്ന് ചോദിച്ച് കാര്യമില്ല. പണി അറിയണം. പണി അറിയോന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. എടാ, ഒരു പേഷ്യന്റ് ഒരു ഡോറ് തുറന്ന് വരുമ്പോ മുതൽ നമ്മുടെ ജോലി തുടങ്ങാം. ദേ ഹാവ് ടു സ്മൈൽ. ആ ഒരു പുഞ്ചിരി കീപ്പ് ചെയ്യണം, അവരെ സ്വീകരിച്ചിരുത്തണം, റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത്രയുണ്ട്. CBTയിലൊക്കെ എത്തുന്നതിന് മുന്നേ ഒത്തിരി കടമകളുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് ചെയ്താൽ മാത്രമേ CBTയിലേക്ക് എത്താൻ പറ്റൂ. സോ ഓരോന്നും പഠിച്ച് ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളത്. CBT ഒക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം CBT. ക്ലിനിക്കലിന് മാത്രമാണോ MPhil വേണ്ടതെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സൈക്കോ ഓങ്കോളജി ചെയ്യണമെങ്കിൽ MPhil വേണം. ട്രാഫിക് സൈക്കോളജിയിൽ MPhil എടുക്കാം. അതുപോലെ
ക്ലിനിക്കൽ സൈക്കോളജി. പക്ഷെ MPhil ഒക്കെ എടുത്ത് ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയുണ്ട് കേട്ടോ. ക്ലിനിക്കൽ സൈക്കോളജി എന്തായാലും എടുത്ത് ഒഴിവാക്കാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ള, അതായത് നിങ്ങളൊക്കെ പോലെയുള്ളവർക്ക് മാത്രമാണ് ഇനി 2 വർഷത്തെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhil ഉണ്ടാവാം. ഇനി എന്താ പറയുക വരാൻ പോകുന്നത്, +2 കഴിഞ്ഞ് നേരെ പോയി ജോയിൻ ചെയ്യണം ക്ലിനിക്കൽ സൈക്കോളജിക്ക്. 6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം എന്നുള്ള രീതിയിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അത് നമ്മളതും അങ്ങനെ തന്നെ 4 വർഷം UGയും 2 വർഷം PGയും എന്നുള്ള രീതിയിലേക്ക് സാധാ BSc MSc മാറിയിട്ടുണ്ട്. അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജി +2 കഴിഞ്ഞ് നേരെ കയറി പഠിക്കണം എന്നുള്ള രീതിയിലേക്കായി വരുന്നുണ്ട്. 2 വർഷമാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അത് സർക്കുലർ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഉള്ള സൈക്കോളജി MPhil ക്ലിനിക്കൽ ഉണ്ടോ? ഉണ്ട് ഇപ്പൊ. അതായത് നിങ്ങളും കൂടി കഴിഞ്ഞാൽ നിർത്തലാക്കും. കാരണം നിങ്ങളുടെ ഒരു ബാച്ച് ഉണ്ടല്ലോ ഇപ്പം റെഗുലർ ആയിട്ടൊക്കെ പഠിക്കുന്നവര്, അവരിപ്പോ ഇനി വീണ്ടും പോയി പഠിക്കല് പോസിബിൾ അല്ലല്ലോ. സോ ആ ബാച്ചിനും കൂടെ കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ 6 വർഷം ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ. കാരണം ഹോണേഴ്സ് ആക്കാൻ പോലെ ഡിഗ്രി അല്ല, ഇനി 4 വർഷം ഡിഗ്രി ആക്കാൻ പോവാണല്ലോ. അപ്പം ഇങ്ങനെയായിട്ട് വരും. ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടും പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്? മാമിന്റെ അവിടെ വന്ന് പഠിക്കാവുന്നല്ലേ? മാമിന്റെ സെന്റർ എവിടെയാണ്? അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഞാൻ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ പറയും മാം, എനിക്ക് ക്ലിയർ ആയില്ല. അവിടെ എന്തോ ഒരു നെറ്റ്വർക്ക് എറർ ഉണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ട് ആവുന്നുണ്ട്, എനിക്ക് ക്ലിയർ ആയില്ല. വേറെ ആർക്കെങ്കിലും എറർ ഉണ്ടോ നെറ്റ്വർക്ക്? ഇല്ല, ഞാൻ ഈ ലൊക്കേഷനിൽ നിൽക്കുന്നതിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. MPhil ഉള്ള പ്ലേസസ് എവിടെയാണ്? കേരളത്തിൽ വളരെ കുറച്ച് സ്ഥലങ്ങളുള്ളൂ കേട്ടോ. ഇൻഹാൻസ് ഒക്കെയാണ് ചെയ്യുന്നത്. ഈ പ്രൈവറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇൻഹാൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആകെ 15-20 സീറ്റേ ഉള്ളൂ. എൻട്രൻസ് ആണ്, ടൈറ്റ് എൻട്രൻസ് ആണ്, നല്ല ടൈറ്റ് എൻട്രൻസ് ആണ്. കാരണം എവിടേക്കോ ആളുകൾ വന്ന് പഠിക്കുന്നുണ്ട്, അല്ല എഴുതുന്നുണ്ട്. ഓൾ ഇന്ത്യ ബേസിസിലാണല്ലോ ഇൻഹാൻസിൽ വരുന്നത്. അതുകൊണ്ട് ഇൻഹാൻസിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാനിപ്പോ നെക്സ്റ്റ് ഇയർ മുതൽ ഞാൻ CUTക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം കൊടുക്കണം, MPhilന്റെ കോച്ചിങ് കൂടെ കൊടുക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കാണ് MPhil എടുത്ത് ഒഴിവാക്കിയതാണ്, ഞാൻ നിർത്തിവെച്ച്. എന്റെ പ്ലേസ് കോഴിക്കോട് പുറക്കാട്ടിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ ക്ലിനിക്കാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ കൺസൾട്ടേഷനും ഇന്റേൺഷിപ്പും കൊടുക്കുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ആണ് കൊടുക്കുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് ആണ്. ലൈക്ക് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത് വീണ തെറ്റാന്ന് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ PGക്കാരാണെങ്കിൽ ഒരു 10 ഡേയ്സോളം കേസസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ക്ലിനിക്കിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മാനസികാരോഗ്യ കേന്ദ്രമാണ്. ഒരു 10-40 പേഷ്യൻസ് ഉണ്ട്. അവരുടെ അടുത്തേക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ കേസസ് ഒക്കെ എടുക്കാൻ വേണ്ടി നേരിട്ട് അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ അത്രയും 2 സ്ട്രീമും ഇവിടെ ഓൺലൈൻ ഉണ്ടോ മാം? ഓൺലൈൻ ചെയ്യോ? ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് ഓൺലൈനിൽ എങ്ങനെ ഇന്റേൺഷിപ്പ് കൊടുക്കുക എന്നുള്ളതും കൂടെ അറിയില്ല. ഇവിടെ ഇന്റേൺഷിപ്പ് ഉണ്ട്. എന്നിട്ട് ഓൺലൈനിൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ പറഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് കേസസ് ഒക്കെ പറഞ്ഞു. അതുപോലെ എന്താ പറയാ, റോൾ പ്ലേസ് ഒക്കെ ചെയ്യിച്ച്, അതുപോലെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യിപ്പിക്കും, റോൾ പ്ലേ ആയിട്ട് ചെയ്യിപ്പിച്ച്, കുറെ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത്, CBT ഒക്കെ ആണെങ്കിൽ റിയൽ കേസസ് വെച്ചിട്ടാണ് പഠിപ്പിക്കുക. സോ അത് ഓൺലൈനിൽ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ. ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് എല്ലാ ബാച്ചും ഞാൻ ക്ലിനിക്ക് തുടങ്ങിയിട്ട് 1 വർഷം ആവാൻ പോകുന്നുള്ളൂ. ഈ 12 മാസവും എനിക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇപ്പൊ 11ാമത്തെ ബാച്ച് ഇവിടെ ഉണ്ട്. 12ാമത്തെ ബാച്ച് ഡിസംബർ 23-ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അതൊക്കെ ഫില്ലാണ്. സോ എനിക്കതൊരു ഓൺലൈൻ ഇന്റേൺഷിപ്പിനെ പറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഇതിനോക്കാർക്ക് മാത്രമല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും MGക്കും ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. സോ എനിക്ക് കേരളത്തിൽ മൊത്തത്തിൽ സ്റ്റുഡൻസ് ഉള്ളതിനെ കൊണ്ട് ഓഫ്ലൈൻ ഇന്റേൺഷിപ്പ് എല്ലാ മാസവും ഫില്ലാണ്. സോ എനിക്ക് അതല്ല, എനിക്ക് ഇപ്പോഴും അറിയില്ല ഓൺലൈൻ ഇതെങ്ങനെയാ പോസിബിൾ ആവുക എന്നുള്ളത്. ഇന്റേൺഷിപ്പ് ആണോ മാം? എന്തോ കൗൺസിലിംഗ് ബേസ് ഇന്റേൺഷിപ്പ് ആണോ? രണ്ടും കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത. ഒരു സാധനം മാത്രം എന്റെ ഒരു ഉദ്ദേശം എന്താ അറിയോ, സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ അറിയണം രണ്ടും, എന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. വേറെ ഒരാള് പറഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കുതിരവട്ടം പോയപ്പോഴാണ് ഇൻസൈറ്റ് ഇല്ലാത്ത പേഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യല് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വർക്ക് ചെയ്യട്ടോ, ഇപ്പോഴും മനസ്സിലെ പേഷ്യൻസ് ഒക്കെ വളരെ ക്ലോസ് ആണ്. പക്ഷെ അവരായിട്ടുള്ള കണക്ഷൻ എനിക്ക് എങ്ങനെയാണെന്നുള്ളത് ടെക്നിക്കലായിട്ട്. അപ്പൊ എനിക്ക് കൗൺസിലിംഗ് തന്നെയായിരുന്നു താല്പര്യമുള്ളൂ. അതാ രണ്ടും അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണോ?
മാം യെസ്. ഇന്റേൺഷിപ്പ് എങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ 2 സ്ട്രീമും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് വിചാരിച്ചത്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇതാണ് എനിക്ക് കുറച്ചുകൂടി രോഗങ്ങളുടെ കാര്യമാണ് എനിക്ക് കുറച്ചുകൂടെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരെക്കാളും എനിക്കിഷ്ടം മെന്റൽ പേഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അല്ല, എനിക്ക് നോർമൽ ആയിട്ട് ഇരിക്കുന്ന ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് താല്പര്യം. അങ്ങനെ നമ്മൾ ഒരാളുടെ വാക്കൊന്നും കേട്ടിട്ടല്ല, ഞാനൊന്നും ഒരാളുടെ വാക്ക് കേട്ടിട്ടല്ല, 2 സ്ട്രീമിലും ചെയ്തു. യെസ്, അപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് എനിക്ക് ഒത്തിരി സ്ട്രഗിളും ഉണ്ട് കേട്ടോ. അവർക്ക് ഇൻസൈറ്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെ ഇതിലെ തുണി പൊക്കി കാണിക്കും, നമ്മളെ കയറി പിടിച്ചെന്ന് വരും. അവർ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പം അവര് എന്താ പറയാ സ്റ്റൂളും യൂറിനൊക്കെ പാസ് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും. കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിൽ നമ്മളെപ്പോഴും പറയില്ലേ, എന്താണ് ക്യാൻസർ വാർഡിലൊക്കെ ഒരിക്കലെങ്കിലും പോകണം. കുതിരവട്ടം പോലെയുള്ള മെന്റൽ ഹോസ്പിറ്റലിൽ ഒരു വട്ടെങ്കിലും പോയി നോക്കണം. വാട്ട് ഇസ് ദ റിയൽ സ്ട്രഗിൾ. ആൻഡ് സമൂഹത്തിൽ ഒരിക്കലും സഹതാപം പോലും കിട്ടാത്ത ഒരു വിഭാഗം ആളുകളാണ് മാനസിക രോഗികൾ. സോ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത്രയും പേഷ്യൻസും അത്രയും ഡെഡിക്കേറ്റഡും അത്രയും ഹാർഡ് വർക്കിംഗ് ഒക്കെ ആവണം. അതാണൊരു ഡിഫറൻസ് എന്ന് പറയാം. സോ രണ്ടും അറിഞ്ഞിട്ട് തീരുമാനിക്കലാണ്. ക്ലിനിക്കലിന് മാത്രമാണ് എംഫിൽ വേണ്ടത്. ക്ലിനിക്കലിന് മാത്രമല്ല, ഞാൻ പറയാം, ക്ലിനിക്കൽ സൈക്കോളജിക്ക് എംഫിൽ ഉണ്ട്, ട്രാഫിക് സൈക്കോളജിയിൽ എംഫിൽ ഉണ്ട്, സൈക്കോ ഓങ്കോളജിയിൽ എംഫിൽ ഉണ്ട്. ഇങ്ങനെ കുറച്ച് എംഫിൽസ് ആണ്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കാൻ PG മാത്രം മതി. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കാൻ PG മാത്രം മതി. വേറെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഞാൻ ചോദിച്ചത് നമ്മളെ ഈ ഇഗ്നോന്റെ ബേസിൽ വരുമ്പോൾ കൗൺസിലിംഗിന്റെയും ഓർഗനൈസേഷന്റെ എല്ലാം കേസിൽ ഇതേപോലെ എംഫിലിന്റെ ആവശ്യമുണ്ടോ എന്നായിരുന്നു ഉദ്ദേശിച്ചത്. എവിടെ ഞാൻ മനസ്സിലായില്ലടാ. ഈ കൗൺസിലിംഗിന്റെയും ഓർഗനൈസേഷൻ നമ്മൾ 2 സ്ട്രീമും കൂടി ഇല്ലേ വേറെ? അതെ, അതിന്റെ കേസിലും എംഫിലിന്റെ ആവശ്യമുണ്ടോ? കൗൺസിലിംഗിന് OBയുടെ കേസിൽ എംഫിൽ വേണ്ട. നോ നീഡ് ഓഫ് എംഫിൽ. ക്ലിനിക്കലിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. അതും എംഫിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ 2 വർഷം കൊണ്ട് നിർത്തലാവുകയും ചെയ്യും എന്നാണ് സർക്കുലർ വന്നിട്ടുള്ളത്. ഓക്കെ മാം, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ ഇന്റേൺഷിപ്പ്? 1 മന്ത് കണ്ടിന്യൂസ് ചെയ്യണ്ടേ? 1 മന്ത് കണ്ടിന്യൂസ് ചെയ്യണം. സാറ്റർഡേ സൺഡേസ് ഒഴിവാക്കിയിട്ടുള്ള 1 മന്ത് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. 10 കേസസ് എടുപ്പിക്കും. നമുക്ക് കൃത്യമായിട്ട് സിലബസ് ഉണ്ട്. സിലബസ് അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഇന്റേൺഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ബേസിക് കൗൺസിലിംഗ് പ്രോസസ്സ് കാര്യങ്ങൾ പഠിപ്പിക്കും, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പഠിപ്പിക്കും. അതുപോലെ തന്നെ കേസ് ഹിസ്റ്ററിയും MSയും തറോ ആയിട്ട്, അതിപ്പോ ക്ലിനിക്കൽ ആയിക്കോട്ടെ കൗൺസിലിംഗ് ആയിക്കോട്ടെ, MSയും കേസ് ഹിസ്റ്ററിയും തറോ ആയിരിക്കണം. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, എല്ലാ രോഗങ്ങളെയും പരിചയപ്പെടുത്തും. പിന്നെ CBT തെറാപ്പി പഠിക്കും, പ്രിമാരിറ്റൽ പഠിപ്പിക്കുന്നുണ്ട്, ഫാമിലി തെറാപ്പി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ റിലാക്സേഷൻ ടെക്നിക്ക്, JPMR പോലെയുള്ള റിലാക്സേഷൻ ടെക്നിക്ക് പഠിപ്പിക്കുന്നുണ്ട്. പോസിറ്റീവ് സൈക്കോളജി ഇൻക്ലൂഡഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറൻസിക് നമ്മളിപ്പോ ഇൻക്ലൂഡ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ആരെങ്കിലും നിങ്ങൾ സൈക്കോളജിസ്റ്റ് അല്ലേ, ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ ജോലി എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറഞ്ഞു കൊടുക്കാനെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണം. ഇപ്പൊ 6 മാസം കൊണ്ട് സൈക്കോളജിസ്റ്റ് ആവാം, 3 മാസം കൊണ്ട് സൈക്കോളജിസ്റ്റ് ആവാം, വീട്ടിലിരുന്നിട്ട് 1 മാസം കൊണ്ടാവാം എന്നൊക്കെയുള്ള ആഡൊക്കെ കാണും. അത് കൗൺസിലിംഗ് അല്ല. ഐ മീൻ കൗൺസിലിംഗ് ആണ്, ദാറ്റ് ഇസ് നോട്ട് സൈക്കോ. അതൊരു നമുക്കിപ്പോ ഒരു ചെറിയ എന്തെങ്കിലും, ഇപ്പൊ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാല് നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. അപ്പൊ ഒരാൾ ചേർക്കും, സാരമില്ല പോട്ടെ, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, എനിക്ക് ഇനിയും ജീവിതം ബാക്കിയാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു കൗൺസിലിംഗ് ആണ്. പക്ഷെ അതൊരിക്കലും ട്രീറ്റ്മെന്റ് മെത്തേഡ് അല്ല. ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഡയഗ്നോസിസ് വേണം. അതിന്റെ പ്രശ്നം എന്താ ഡയഗ്നോസിസ് ചെയ്യണം, അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കണം, ട്രീറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം. അവിടെ നമ്മൾ എന്താ സിംറ്റംസ് മോഡിഫൈ ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയാണ്. അതാണ് ഈ 3 മാസം 6 മാസം എന്നോട് ഞാൻ 3 മാസം സൈക്കോളജി പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 4 ടെക്നിക്കൽ ടേംസ് ചോദിക്കുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് ഓറിയന്റേഷൻ ഇൻടാക്ട് ആണെന്ന് അളക്കല്, നിങ്ങൾ എങ്ങനെയാണ് ഓൺസെറ്റ് ഇൻസീഡിയസ് ആണെന്ന് മനസ്സിലാക്കുക, അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ടേംസ് ചോദിച്ചാൽ അവരെ ഷൂന്ന് പറഞ്ഞൊന്ന് പോയിക്കും. കാരണം നമുക്ക് ഇതിനൊക്കെ കറക്റ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. So that is counseling. That is not psychological counseling. Psychological counseling is completely scientific and structured, and it is meant for treatment. Okay, Anna? യെസ് മാം, ക്ലിയർ. മാം എന്റെ ഫീ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയാനായിരുന്നു. നമ്മുടെ കോഴ്സ് ഫീ എന്താ പറയാ, കൗൺസിലിംഗ് ചെയ്തെടുക്കുന്നവർക്കും സെയിം തന്നെയാണോ ഇന്റേൺഷിപ്പ്? യെസ്, ഞാൻ 2 സ്ട്രീമിനും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്യും, ഐ മീൻ നമ്മളെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേറെ തന്നെയായിരിക്കും ഫീ. അതായത് ഫസ്റ്റ് ഇയറിൽ നമ്മളെ കൂടെ ഉള്ളവർക്ക്, ന്യൂ ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക്. എന്റെ നെറ്റ്വർക്കിന് എന്തോ ഇഷ്യൂ ഉണ്ട്.
ആൾറെഡി പ്രാക്ടീസിങ് മെഡിക്കൽ ഡോക്ടർ ആണെങ്കിൽ വി ക്യാൻ പ്രാക്ടീസ് കൗൺസിലിംഗ് ആഫ്റ്റർ കംപ്ലീഷൻ. ഓഫ് കോഴ്സ് ഞാനിവിടെ ഒത്തിരി എന്താ പറയാ ഹോമിയോ ഡോക്ടേഴ്സിനെ ഞാൻ ട്രെയിൻ ചെയ്യാറുണ്ട്. ഈ ഹോമിയോയിലൊക്കെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കും, ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് ഇവിടെ ട്രെയിനിങ് കാര്യങ്ങളും. എന്റെ ഒരു സ്റ്റുഡന്റ് ഇഗ്നോയിൽ നിന്നാണ് MA ചെയ്തത്. ഷീസ് ഹോമിയോ ഡോക്ടർ ആൻഡ് ഷീസ് പ്രാക്ടീസിങ് നൗ. കോഴിക്കോട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇന്റേൺഷിപ്പ് ചെയ്തതാണ്. ആൻഡ് പുള്ളിക്കാരിയുടെ കെയർ ഓഫിലാണ് 2-3 പേര് പിന്നെ ചെയ്തിട്ടുള്ളത്. മാം ഫീ ഡീറ്റെയിൽസ് പറഞ്ഞോ? ഞാൻ കേട്ടില്ല. ഫ്രീ ഡീറ്റെയിൽസ് നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 11,999 ആണ് വരുന്നത്. 1 ഇയറിലേക്കുള്ളതാണ്. ഇതിൽ 2 സ്ട്രീമും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പഠിക്കാം. കംപ്ലീറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാല് കോൺഫിഡൻസോടുകൂടി. ബിക്കോസ് ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഐ എം എ പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ്. ഇപ്പൊ നിങ്ങളുടെ നോട്ട്സ് എനിക്ക് സ്ക്രീൻ ഷെയർ ഇടാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. ഞാൻ കംപ്ലീറ്റ് നോട്ട്സും ഞാൻ റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ്. അത്രയും നോട്ടാണ്. അതും ഞാൻ പറയുന്നുണ്ട് 6 മാസം കൊണ്ട് തീരില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാണ്, 6 മാസം കൊണ്ട് തീരില്ല. അടുത്ത ജൂണിൽ തന്നെ എക്സാം എഴുതണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. കാരണം നിങ്ങൾ വിചാരിക്കും 6 സബ്ജക്ട് നമ്മളിപ്പോ എഴുതിയില്ല, പിന്നെ ഈ 3 സബ്ജക്റ്റിനാണ് ഒരു വർഷം. ആ 6 സബ്ജക്ട് പോലെയല്ല ഈ 3 സബ്ജക്ട്. കാരണം ഇത് ഈ 3 വെക്കാൻ തന്നെയുള്ള കാരണം എന്താ? ആ 6 ഇത് 3 തിയറി പേപ്പർ ആണ് വരുന്നത്. പിന്നെ പ്രാക്ടിക്കലും ഇന്റേൺഷിപ്പും പ്രോജക്റ്റ് ആണ്. പ്രോജക്റ്റ് എടുക്കാത്തവർക്ക് ഐ റെക്കമെൻഡ് നിങ്ങൾക്ക് പ്രോജക്റ്റ് ഡെഡിക്കേഷൻ ആണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം. ഞാൻ പ്രോജക്റ്റ് എങ്ങനെയാ ചെയ്യാന്നുള്ളതിന്റെ ഒരു 2 വീഡിയോസ് ഓൾറെഡി ഡിഗ്രി പിള്ളേർക്ക് കൊടുത്തത് എന്റെ കയ്യിലിട്ട് ഞാൻ അയച്ചുതരാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഗൈഡിനെ കണ്ടെത്താനൊക്കെ സാധ്യതയുണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രോജക്റ്റ് എടുക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി എടുക്കുക. പോസിറ്റീവ് സൈക്കോളജിന്റെ ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പിന്നെ ചോദിച്ചു ഡിസംബർ ആകുമ്പോഴത്തേനും, അടുത്ത ഡിസംബർ ഓഫ് കോഴ്സ് അടുത്ത ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് സിലബസ് തീർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 3 മാസമാണ് ഞാനൊരു സബ്ജക്റ്റിന് കണക്കാക്കുന്നത്. അപ്പൊ ഒരു 9 മാസം കൊണ്ട് തീർക്കാം എന്നുള്ള രീതിയിലാണ്. അത്രയും വേണം, അത്രയും ഡീപ്പായിട്ട്. എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ ഒരു വിഷയം പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ നോട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ പോവല്ലേ, ഒറ്റ സെക്കൻഡ് ഞാൻ ഒന്നുകൂടി ഒറ്റ സെക്കൻഡ് ഞാൻ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. എന്തോ ഒരു എറർ പറ്റി കിടക്കുന്നു. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഫൈനലി നമ്മുടെ കംപ്ലീറ്റ് നോട്ട്സ് റെഡിയാണ്. ഇപ്പം എന്റെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കാണെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി ഒക്കെ 160-150 പേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അത്രയും മതിയായിരുന്നുള്ളൂ. പേജസ് വരുന്നത് അത്രയും ഉണ്ട്. ഇതിപ്പോ ക്ലിനിക്കലി അവരുടെ സൈക്കോപാത്തോളജി എന്നുള്ള സബ്ജക്റ്റ് ആണ്. MA MPC 011 എന്ന് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റില് കംപ്ലീറ്റ്ലി ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ് ഉള്ളത്. കംപ്ലീറ്റ് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ്. സൈക്കോപാത്തോളജിയിൽ ഓരോ ഡിസോർഡറിനെയും ആഴത്തിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഡിസോർഡറിനെയും കീറി മുറിച്ച് പഠിക്കുക എന്ന് പറയില്ലേ, വളരെ ഡെപ്തിലാണ് പോകുന്നത്. അത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു ഡിസോർഡറിന്റെ 2 പോയിന്റ്സ് ഒന്നും മിസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡിസോർഡർ എന്താന്ന് കംപ്ലീറ്റ്ലി പറയണ്ടേ, എന്നാലല്ലേ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഉണ്ടോ? ഇത് ക്ലാസിഫിക്കേഷൻ ആണ്. DSM 40R മുതലുള്ള ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ 2nd ചാപ്റ്റർ കഴിഞ്ഞ് 3rd ചാപ്റ്ററിൽ എത്തുമ്പോൾ മുതൽ ഡിസോർഡേഴ്സ് നമ്മൾ പഠിച്ചു തുടങ്ങും. ഓരോ ഡിസോർഡേഴ്സിനെ പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് ഡെവലപ്മെന്റൽ പാത്തോജനിസ്, ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഇങ്ങനെ പോവാണ്. മൂഡ് ഡിസോർഡേഴ്സ്, സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യും. ഇനി കൗൺസിലിംഗിന്റെ കേസ് ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് കൗൺസിലിംഗ് സൈക്കോളജിയുടെ MPC 21 ആണ് വരുന്നത്. പിന്നെ ഇതിനൊക്കെ ബേസിക് ക്ലാസ്സും ഞാൻ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. കാരണം ഡിഗ്രി ലെവൽ അറിയേണ്ട ബേസിക് ക്ലാസ്സസും ഉണ്ട്. അതും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സസ് എടുക്കാറുള്ളത്. നിങ്ങൾക്ക് വരുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വരുന്നത് 3 തിയറി സബ്ജക്റ്റും
സെക്കൻഡ് ഇയറിൽ എന്ന് പറയുന്നത് 3 ഗ്രൂപ്പാണ് വരുന്നത്. ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജിയാണ്. ഗ്രൂപ്പ് എ അതിൽ 3 തിയറി സബ്ജക്റ്റ് ആണ് വരുന്നത്. സൈക്കോപാത്തോളജി ഉണ്ട്. ഫസ്റ്റ് MPCE 011 സൈക്കോപാത്തോളജി ആണ്. പിന്നെ 012 സൈക്കോ ഡയഗ്നോസ്റ്റിക് ആണ്. ഡയഗ്നോസിസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. എന്താണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇന്റലിജൻസ് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക, പിന്നെ കോൺസെപ്ച്വൽ തിങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ പേഴ്സണാലിറ്റി എങ്ങനെ ഡയഗ്നോസ് ചെയ്യും, അങ്ങനത്തെ കുറെ ടെക്നിക്സും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് തെറപ്പിയും പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതാണ് 6 months അല്ല ഡ്യൂറേഷൻ, 1 year ആണ് ഡ്യൂറേഷൻ. നമ്മുടെ ഡ്യൂറേഷൻ 1 year ആണ്. സൈക്കോസ്റ്റയുടെ ഡ്യൂറേഷൻ 1 year ആണ്. ക്ലാസ്സസ് മാത്രമായിട്ട് 1 year. എക്സാം നിങ്ങൾ എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അതുവരെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. കംപ്ലീറ്റ് ലൈവ് ക്ലാസ് ആയിരിക്കും. പക്ഷെ ലൈവിൽ കയറിയില്ല ഓൺലൈൻ ക്ലാസ് അല്ലേ? അതെ, ഓൺലൈൻ ഈ ഓൺലൈൻ ആണ്. മൂന്നാമത്തെ വിഷയം സൈക്കോതെറാപ്യൂട്ടിക് മെത്തേഡ്സ് ആണ്. അതിൽ തെറാപ്പി പഠിക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്, സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ്, സൈക്കോതെറാപ്പി എല്ലാം പഠിക്കും. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഉദ്ദേശിച്ച് ആസ് എ ടീച്ചർ വിച്ച് കോഴ്സ് ഐ ചൂസ് എന്ന് പറയുമ്പോൾ ടീച്ചർ ആയിരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ തോന്നുന്നത് കൗൺസിലിംഗ് തന്നെയായിരിക്കും നല്ലത്. എന്തായാലും ക്ലിനിക്കലിലേക്ക് പോകാതിനേക്കാളും കൗൺസിലിംഗ് തന്നെയായിരിക്കും അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഞാൻ എൻ്റെ ടീച്ചറാണെന്ന് പറഞ്ഞതിനെ കൊണ്ടാട്ടോ ഇറ്റ് ഇസ് ബെറ്റർ. കാരണം മെന്റൽ ഹെൽത്ത് പേഷ്യൻസിന്റെ അടുത്തേക്കല്ലല്ലോ, കുട്ടികളുടെയൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ കൗൺസിലിംഗ് തന്നെ ആണെങ്കിൽ കുറച്ചുകൂടെ. നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ഇന്റേൺഷിപ്പ് മാത്രമാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഈ 3 തിയറി. ഇന്റേൺഷിപ്പിന്റെ ടൈം മൺഡേ ടു ഫ്രൈഡേ. നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. 1 month ആണ്. നിങ്ങൾക്ക് 1 month ചെയ്യണം. അത് ഇന്റേൺഷിപ്പ് ഗൈഡ് ലൈൻസിൽ ടൈം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് ഉണ്ടാവുക. ആ കറക്റ്റ് കോഴിക്കോട് കറക്റ്റ് പ്ലേസ് എങ്ങോട്ടാണെന്നൊന്ന് പറയാവോ? കോഴിക്കോട് മെയിൻ ടൗണിന് ഒരു 15 മിനിറ്റ് വരാനുണ്ട്. ഏത് ഭാഗത്തേക്കാണ്? അത്തോളി കുറ്റ്യാടി റൂട്ടാണ്. കുറ്റ്യാടി ഒന്നും എത്തണ്ട കേട്ടോ. കുറ്റ്യാടിയൊക്കെ എവിടെയോ കിടക്കും. കുറ്റ്യാടി റൂട്ടാണ്. ക്ലിനിക്കൽ സൈക്കോളജി എടുത്താൽ ക്ലിനിക്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ? ക്ലിനിക്കൽ സൈക്കോളജി സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അത് മെന്റൽ ഹെൽത്ത് പേഷ്യൻസിനെ അല്ലേ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ക്ലിനിക്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, ക്ലിനിക്കൽ സൈക്കോളജി എടുത്താല്? റെമഡിയലുകാർക്ക് ക്ലിനിക്കൽ ആയിരിക്കും കുറച്ചുകൂടെ നന്നാവുക. ഡിസോർഡേഴ്സിൽ റെമഡിയൽ അല്ല, ക്ലിനിക്കൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങള് ഏതാ നന്നാവുന്നില്ല, നിങ്ങളുടെ താല്പര്യം ഏതാണ്. നിങ്ങൾക്ക് ഇപ്പൊ മാനസിക രോഗികളുടെ കൂടെ ഇടപഴകാൻ താല്പര്യമില്ല, ക്ലിനിക്കൽ വോണ്ട് വർക്ക്. നിങ്ങൾക്ക് ഒരു ആളുടെ കാര്യങ്ങൾ കേട്ടിരിക്കാൻ ക്ഷമയില്ല, കൗൺസിലിംഗ് വോണ്ട് വർക്ക്. കൗൺസിലിംഗ് ആണെങ്കിലേ കൗൺസിലിംഗ് സൈക്കോളജി എംഫിലിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. ക്ലിനിക്കൽ സൈക്കോളജി സ്റ്റാർട്ട് ഇരിക്കാൻ എംഫിൽ വേണം. ക്ലിനിക്കൽ അല്ല, കൗൺസിലിംഗ് സൈക്കോളജി. കൗൺസിലിംഗ് സൈക്കോളജിക്ക് എംഫിൽ ഒന്നും വേണ്ട, വെറും PG മതി. ഞാൻ ആകെ MSc സൈക്കോളജി കഴിഞ്ഞിട്ടുള്ളൂ. ക്ലിനിക്കൽ സൈക്കോളജിയിൽ എംഫിൽ എടുത്ത കൗൺസിലിംഗ് നോർമൽ പേഷ്യൻസിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ MAയുടെ കേസിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ ആണ് സ്പെഷ്യലൈസ് ചെയ്താലും കൗൺസിലിംഗ് ആണ് സ്പെഷ്യലൈസ് ചെയ്താലും നിങ്ങൾക്ക് കൗൺസിലിംഗ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിൽ. ഇൻസൈറ്റ് ഉള്ളവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കൗൺസിലിംഗ് അല്ല. IQ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക്? അത് ഏത് ആൾക്കാർക്കും ചെയ്യാം. PG ചെയ്ത ആൾക്കും IQ ടെസ്റ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മാത്രമാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കാനുള്ള അധികാരമുള്ളത്. ടെസ്റ്റ് നമുക്കൊക്കെ ചെയ്തു കൊടുക്കാം. ഈ ഇന്റേൺഷിപ്പ് PhD കഴിഞ്ഞവരുടെ അണ്ടറിൽ ചെയ്യണം അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു സർക്കുലർ നിങ്ങളുടെ ഇന്റേൺഷിപ്പിൽ കൊടുത്തിട്ടില്ല. നോക്കിയേ, ഇന്റേൺഷിപ്പ് പ്രൊവൈഡ്സ് ലേണർ വിത്ത് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇന്റഗ്രേറ്റ് തിയററ്റിക്കൽ നോളജ്, റിസർച്ച് ആൻഡ് ക്ലിനിക്കൽ സ്കിൽസ് ആണ്. അവിടെ ആകെ പറയുന്നത് ചിൽഡ്രൻ സെന്ററോ NGO കണ്ടോ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ ചെയ്യാം. ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് എന്റേതൊരു NGO ആണ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, രജിസ്റ്റേർഡ്, പിന്നെ കേരള ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തൊരു സ്ഥാപനമാണ്. അവിടെ ഒന്നും
PhD കഴിഞ്ഞ ആളുടെ അണ്ടറിൽ വേണം, ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞ ആളുടെ അണ്ടറിൽ വേണം എന്നുള്ളത് കൊടുത്തിട്ടില്ല. സ്റ്റേറ്റ് ഹോസ്പിറ്റൽസ് ദാറ്റ് കാറ്റേഴ്സ് ഓഫ് പേഷ്യൻസ് ഫ്രം എവറി ഏജ് ഗ്രൂപ്പ് ഒക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ PhD കഴിഞ്ഞ ആൾക്ക് വേണം എന്നത് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ സർക്കുലറിൽ കൊടുത്തിട്ടില്ല. ആകെ പറഞ്ഞിട്ട് 10 cases with the case history ആണ്. Mental status examination, psychological testing are to be handled by the learner in a year. അത്ര മാത്രമേ പറയൂ. പ്രോജക്റ്റ് ആൻഡ് പ്രാക്ടിക്കൽ അസിസ്റ്റൻസ് ഉണ്ടാവും. പ്രോജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാൻ മാത്രമേ പറ്റുള്ളൂ. ബാക്കി മൊത്തം നിങ്ങൾ നിങ്ങളുടെ ഗൈഡിന്റെ അണ്ടറിലാണ്. പ്രാക്ടിക്കൽ അസിസ്റ്റൻസ് കംപ്ലീറ്റ്ലി കേട്ടോ. ഇനി പ്രോജക്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു സബ്ജക്ട് എടുക്കാം. പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള സബ്ജക്ട് ഒരു തിയറി പേപ്പർ കൂടെ എക്സ്ട്രാ ചെയ്താൽ മതി. പ്രോജക്റ്റിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം. നിങ്ങൾക്ക് അത് വലിയ കാണുന്നുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യും. കുറച്ച് എന്താ പറയാ ഹാൻഡിൽ ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇന്റേൺഷിപ്പിന് വേറെ ഫീസ് ആണോ? ഇന്റേൺഷിപ്പിന് വേറെ തന്നെയാണ് വരുന്നത്. മാഡം ഇന്റേൺഷിപ്പിന്റെ ഫീസ് എത്രയാ മാഡം? 1 monthലേക്ക് 4,000 ആണ് നമ്മൾ മേടിക്കുന്നത്. അതിൽ തന്നെ ഇന്റേൺഷിപ്പ്. മാഡം നമുക്ക് ഇഷ്ടമുള്ള മന്ത് എടുക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് വരാൻ എടുക്കാം. നേരത്തെ ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യും. മതിയോ? ഓക്കെ, താങ്ക് യു എന്നാ സോ മച്ച്. വളരെ നന്നായി. അങ്ങനെ എല്ലാ മാസവും ഇവിടെ ഇന്റേൺഷിപ്പ് ഉണ്ടാവും. അപ്പോ അഡ്മിഷൻ നാളെ സ്റ്റാർട്ട് ചെയ്യും. ഇഗ്നോർ അഡ്മിഷൻ ഞാനൊരു 20-ാം തീയതി ആകുമ്പോഴേക്കും 25-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. പേയ്മെന്റ് നിങ്ങൾക്ക് ഒറ്റ തവണയായിട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട് പേ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. 1 year ആണ് നമ്മള് ഞങ്ങൾ ഒരു സബ്ജക്ട് ഒരു 3 മാസമെങ്കിലും എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഉള്ളത്. ചിലപ്പോൾ 4 മാസം എടുക്കും, ചിലത് 2 മാസം എടുക്കുള്ളൂ, അങ്ങനെയൊക്കെ വരാം. പക്ഷേ ഐ പ്രോമിസ് യു ഒരു തറവ് നോളജ് ഞാൻ ഈ 2 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ഫസ്റ്റും സെക്കൻഡ് ഇയറിന്റെയോ? അല്ല, സെക്കൻഡ് ഇയറിന്റെ മാത്രം? സെക്കൻഡ് ഇയറിന്റെ മാത്രം. ഓക്കെ. 1 year കഴിഞ്ഞാലല്ലേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ അടുത്ത ജൂണിലല്ലേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. മാം കോഴ്സ് ഫീ ഒന്നുകൂടെ പറയോ? ഇന്റേൺഷിപ്പിന് മാത്രമാണോ 4,000 മാം പറഞ്ഞത്? യെസ്, കോഴ്സ് ഫീ 11,999 ആണ് നമുക്ക് വരുന്നത്. സെക്കൻഡ് ഇയറിന്റെ ക്ലാസ് പ്ലസ് ഇന്റേൺഷിപ്പ്? അല്ലല്ല, ഇന്റേൺഷിപ്പ് വേറെ തന്നെയാണ്. ഇത് സെക്കൻഡ് ഇയറിന്റെ ക്ലാസിന്റെ കാര്യമാണ് പറഞ്ഞത്. ക്ലാസ്സിനാണ് മാം പറഞ്ഞത് 11,000 സംതിങ് പറഞ്ഞത്. യെസ്, അതന്നെ 2 സ്ട്രീമും. അത് ജോയിൻ ചെയ്യുന്നവർക്ക് 2 സ്ട്രീമിന്റെ ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആപ്പിൽ അത് വേണമെങ്കിൽ 2 ലൈവ് കയറാം. 2ന്റെ വീഡിയോസും ഉണ്ടായിരിക്കും. 2ഉം പഠിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഒരു പേഴ്സണൽ അഭിപ്രായം. പഠിക്കണ്ടല്ലോ, കേട്ടിരുന്ന് മനസ്സിലാക്കാലോ. നമ്മുടെ സ്ട്രീം മാത്രം നമ്മൾ പഠിച്ചാൽ മതി, ബാക്കി നമുക്ക് കേട്ടിരുന്ന് മനസ്സിലാക്കാലോ. സ്റ്റഡി മെറ്റീരിയൽ സൈക്കോയിൽ ജോയിൻ ചെയ്യുന്നവര് അവരുടെ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ മേടിക്കണ്ട. നമ്മൾ ഇഗ്നോയുടെ മെറ്റീരിയൽ നോക്കിയിട്ട് സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഫുൾ റെഡിയാണ്. ഞാൻ കാണിച്ചത് ഇഗ്നോയുടെ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റഡി മെറ്റീരിയൽ ആണ് കാണിച്ചത്. ഫുള്ള് നമ്മുടെ പിള്ളേരാരെങ്കിലും ഉണ്ടോ? ഇനി പ്രിന്റഡ് വേണ്ടവർക്ക് ഞാൻ വീട്ടിലേക്ക് അയച്ചു തരും. പ്രിന്റഡ് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നിങ്ങളുടെ പ്രിന്റഡ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട് മാത്രം മേടിച്ചാൽ മതി. പക്ഷെ 6 സബ്ജക്റ്റിന്റെ നോട്ട്സും ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പം ഇവിടെ ഞാൻ ഓഫർ ചെയ്യുന്നത് പാസ്സാവാനല്ല കേട്ടോ. റിയൽ കേസ് വെച്ച് നിങ്ങൾ ആഗ്രഹിച്ചാണ് സൈക്കോളജി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാക്ടീസിങ് ലെവലിലേക്ക് എത്തിക്കാൻ. കാരണം തെറപ്പിയൊക്കെ ഞാൻ തെറപ്പി മോഡൽ എങ്ങനെയായിരിക്കും പഠിപ്പിച്ചു തരാൻ വേണ്ടി. അങ്ങനെയാണ് ഞാൻ സാധാരണ ഞാൻ ഇപ്പൊ ഫസ്റ്റ് ഇയറിലൊക്കെ ആണെങ്കിൽ ഞാൻ എക്സാമിന് വേറാത്ത ഭാഗം ആഴത്തിലേക്ക് പോയിട്ടില്ല. പക്ഷെ സെക്കൻഡ് ഇയർ, കാരണം നമ്മുടെ നോട്ട് എപ്പോഴും നോക്കുകയാണെങ്കിൽ 150 ഒരു 170 പേജസ് ഒക്കെ മാക്സിമം വരാറുള്ളൂ. പക്ഷെ ഞാൻ ഇത് നോട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ നമ്മള് പ്രൊഫഷണൽസ് ആണ് നോട്ട് ഉണ്ടാക്കുക. പിന്നെ ഞാൻ ചെക്ക് ചെയ്യാണ്. നോക്കിക്കേ, 301 പേജസ് ആണ് ഉള്ളത്. അത്രയും ഡെപ്തിലാണ്. നമ്മൾ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നവര്? കണ്ടോ, സൈക്കോപാത്തോളജി 301 ആണ്. 300 പേജസ് ഉണ്ട്. ക്ലിനിക്കൽ കൗൺസിലിംഗ് ആണെങ്കിൽ വരുന്നത് 264 പേജസ്. അത്രയും
ഡെപ്തിലാണ് ഓരോ കാര്യങ്ങളും. ഇത് ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുക. ഒന്നും സ്കിപ്പ് ചെയ്ത് പോകത്തില്ല. ഓക്കെ ആണോ? ഓക്കെ എന്തോ? പിന്നെ ഇപ്പൊ നമുക്ക് പിന്നെ ഇത് ഇന്റേൺഷിപ്പ് മാത്രം മതി എന്ന് വിചാരിക്കുന്നവർക്കും ആ സൗകര്യം പോസിബിൾ ഒരു പ്രൊസീജിയർ അങ്ങനെ ഇവിടെ എന്റെ അടുത്ത് വരുന്നവർക്ക് മാത്രമേ ഇവിടെ ഇന്റേൺഷിപ്പ് കൊടുക്കുള്ളൂന്നൊന്നുമില്ല. ഇന്റേൺഷിപ്പ് ആർക്ക് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കോഴ്സ് ഫീ നിങ്ങൾക്ക് ഒറ്റ തവണയായിട്ട് പേ ചെയ്യണമെന്നും ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് മന്ത്ലി പേയ്മെന്റ് ഒക്കെ ആയിട്ട് ചെയ്യാം. ജോയിനിങ് ഫീ മാത്രം അടച്ചിട്ട് ബാക്കി മന്ത്ലി പേയ്മെന്റ് ഒക്കെ ആയിട്ട് ചെയ്യാം. അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. കേട്ടോ? എന്തായിരുന്നു പറഞ്ഞോളൂ. പിന്നെ ഈ ഇന്റേൺഷിപ്പ് സെക്കൻഡ് ഇയറിന്റെ അല്ലേ പറയുന്നത്? സെക്കൻഡ് ഇയറിനല്ലേ ഇന്റേൺഷിപ്പ് ഉണ്ടാവുക? അപ്പൊ ഫസ്റ്റ് ഇയറിന് പ്രാക്ടിക്കലും വൈവയും ഉണ്ട് എന്നല്ലേ പറഞ്ഞത് മിസ്? അല്ലേ? അപ്പൊ പ്രാക്ടിക്കൽ വെൻ ഇറ്റ് വിൽ ബി, അതെങ്ങനെയാ ചെയ്യുക? പ്രാക്ടിക്കൽ നിങ്ങളെ അവിടേക്ക് വിളിപ്പിക്കുമല്ലോ. എവിടേക്ക്? നിങ്ങളുടെ റീജിയണൽ സെന്ററിലേക്ക് വിളിപ്പിച്ച് പ്രാക്ടിക്കൽ പഠിപ്പിച്ചതിന് പിന്നെ എക്സാം ഉണ്ടാവാം. അതാണ് 4 ദിവസത്തെ എന്ന് പറഞ്ഞത് അല്ലേ? ആ ഓക്കെ. അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ റിപ്പോർട്ട് വേറെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലേ? അത് റെക്കോർഡാണ്. റെക്കോർഡാണ്. അതുമാതിരി തന്നെ ഇന്റേൺഷിപ്പിനും റിപ്പോർട്ട് റെഡിയാക്കേണ്ടി വരുമായിരിക്കും അല്ലേ? 1 മന്തിന്റെ റെക്കോർഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരുവിധം റെക്കോർഡ്സ് ഒക്കെ നമ്മൾ അപ്പൊ അതിന്റെ ഡേറ്റ് അവർ തന്നെയാണോ ഷെഡ്യൂൾ ചെയ്യുന്നത്? ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് ഉണ്ട് വയനാട്. ലൂയിസ് മൗണ്ട് മെന്റൽ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് ഉണ്ട് വയനാട്. ആരോടാണ് അടുത്ത ആളെന്താ ചോദിച്ചിട്ടുള്ളത്? കണ്ണൂര് ലൂയിസ് മൗണ്ടില് കണ്ണൂർ എവിടെയായിരിക്കും? ഒരു ബ്രദർ സൈക്കാട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചു നോക്കിയപ്പോ അവിടെ എടുക്കുന്നില്ല. എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, എടുക്കുന്നില്ല എന്ന് വയനാട്. കണ്ണൂർ എവിടെയുള്ളതെന്ന് എന്റെ അറിവിലില്ല. പിന്നെ കുതിരവട്ടം അവിടെ ഒന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക്. കാരണം കുതിരവട്ടത്ത് മൂളമ്പാറയിലൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡിന്റെ കത്ത് വേണം. എന്നാൽ മാത്രമേ അവര് അതെന്നിട്ട് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് കൊടുത്തിട്ട് സാങ്ഷൻ ഒക്കെ ആവണം. സോ എനിക്ക് തോന്നുന്നില്ല ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് പറയും. കണ്ണൂർ എന്ന് എനിക്ക് അറിഞ്ഞുകൂടട്ടെ എവിടെയാണുള്ളത്. കണ്ണൂരൊക്കെ ഉള്ള എന്ന് വെച്ചാല് എന്റെ ഇപ്പൊ ഇന്റേൺഷിപ്പിന് കണ്ണൂരും മലപ്പുറത്തുനിന്നും കാസർഗോഡ് ഒക്കെ പിള്ളേർ വരുന്നുണ്ട്. ചേതനയിലെ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇഗ്നോയില് പലരും കൊടുക്കുന്നില്ല. ഡിസ്റ്റൻസ് അല്ലേ, ഇഗ്നോയുടെ വാല്യൂ അവർക്ക് അറിയായിട്ടാ. ഡിസ്റ്റൻസ് അല്ലേ എന്ന് പറയാം. സത്യം പറയണെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളെക്കാളും നല്ല അഡ്വാൻസ്ഡ് സിലബസ് ആണ് ഇഗ്നോയുടെ. അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ എടുക്കുന്നതിനെ കൊണ്ട് എനിക്കറിയാം. വാല്യൂ ഇല്ലാതില്ല. ഇഗ്നോക്ക് നല്ല വാല്യൂ ഉണ്ട്. ഇപ്പം MG യൂണിവേഴ്സിറ്റി ഇഗ്നോയിലെ ഡിഗ്രി ചെയ്തവർക്ക് അവിടെ PG കൊടുക്കുന്നുണ്ട്. യെസ്, കാരണം ഇന്റേൺഷിപ്പ് ഉണ്ട്. ക്ലാസ്സുകളൊന്നും കൊടുക്കില്ല. അവരുടെ കൂടെ നടന്ന് അതാണ് നമ്മൾ ക്ലാസ്സുകൾ കിട്ടാതെ നമുക്ക് ഒരു KSST MSc നമ്മൾ 4 ദിവസം എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ ഒരാഴ്ച എടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. പിന്നെ എല്ലാണ്ട് പേഷ്യൻസിനെ കണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാനാണ്? അതാണ് പ്രത്യേകത. ക്ലാസ് കിട്ടുന്നിടത്ത് പോകാൻ വേണ്ടി ശ്രമിക്കാം. അല്ലെങ്കിൽ ആ ഒരു മന്ത് വേസ്റ്റ് ആവുന്നു മാത്രമേ ഉള്ളൂ. ജാനുവരിയാണോ ചാൻസ് ഉള്ളത്? ഇനി ജനുവരിയിലാണ്. കാരണം ഡിസംബർ ഇല്ല. അത്രയും പിള്ളേർ വരാനാണ്. ജനുവരി 15 അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നത്. 5th. നമ്മുടെ ഗ്രൂപ്പിൽ ഇനി മുതൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അയക്കും. നമുക്കിവിടെ ഒരു 6 സൈക്കോളജിസ്റ്റ് പാനലാണ് കേട്ടോ ഉള്ളത്. ക്ലിനിക്കലിൽ സ്പെഷ്യലൈസ് ചെയ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല, ക്ലിനിക്കലിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഞാനുണ്ട്. OB-യിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു സൈക്കോളജിസ്റ്റും ഉണ്ട്. അത് കൂടാതെ 3 ട്രെയിനീസും ഉണ്ടായിരിക്കും.
ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഈ 4,000 ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. ഈ 4,000 നമ്മൾ ഇന്റേൺഷിപ്പ് റിപ്പോർട്ട്, ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഇന്റേൺഷിപ്പ് കിറ്റും പ്രൊവൈഡ് ചെയ്യും. ആ കിറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇവിടുന്ന് കേസ് ഹിസ്റ്ററി, ലേണിംഗ് അതുകൂടി കേട്ടോ. ഇവിടെ ഞാൻ ലേണിംഗ് ഡിസബിലിറ്റിയുടെ അസസ്മെന്റ് കൂടി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിലിരുന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്ന് അസസ് ചെയ്യുക, അത് മാനേജ് ചെയ്യുക എന്നൊക്കെ. സോ അതുകൂടി ഞാൻ നമ്മുടെ ഇന്റേൺഷിപ്പിൽ പഠിപ്പിക്കുന്നു, നമ്മുടെ സിലബസ്. മോർണിംഗ് 10 o'clock ഒക്കെ ആകുമ്പോൾ എത്തിയാൽ മതിയോ? മതി 10 to 4 ആണ്. ദൂരം ഉള്ളവർക്ക് ഒരു 3 ഒക്കെ ആകുമ്പോൾ ഇറങ്ങാം. എന്നിട്ട് ബാക്കി നമുക്ക് വർക്കാണ് ഉച്ചയ്ക്ക് ശേഷം, വർക്ക് വീട്ടിൽ ചെന്ന് ചെയ്താൽ മതി. നമ്മൾ ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യിപ്പിക്കും. ഇവിടെ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ വിടുക. അത്രയും അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേറെയും ഉണ്ടാവും കേട്ടോ. എന്റെ കയ്യില് പിള്ളേർ ചെയ്തു. മാം, ഒരു ഡൗട്ട്. ഞാൻ ലേറ്റ് ആയിട്ടാണ് മീറ്റിംഗിൽ കയറിയത്. അപ്പം നമ്മൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? അല്ല, എക്സാം എഴുതണമെങ്കിൽ ഈ ഇന്റേൺഷിപ്പ് ചെയ്തേ മതിയോ. അല്ലെങ്കിൽ എനിക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അത് പാസ്സാവാത്ത പോലെ അവിടെ കിടക്കും. നിർബന്ധമാണ്. ഇഗ്നോനെ സംബന്ധിച്ച് ഇന്റേൺഷിപ്പ് നിർബന്ധമാണ്. ഹൂ വിൽ സൈൻ ഇന്റേൺഷിപ്പ് റിപ്പോർട്ട്? ഷാനവാസ്ക, ഇവിടുത്തെ ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് ഞാനാണ് സൈൻ ചെയ്യുക. നിങ്ങൾ അവിടുത്തെ ഇന്റേൺഷിപ്പ്, അതായത് ഇഗ്നോയുടെ ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് നിങ്ങൾ ഇന്റേൺഷിപ്പിനായിട്ട് നിങ്ങൾക്ക് ഹെഡ് ഉണ്ടാവും, അവരാണ് സൈൻ ചെയ്യുക. എന്താണ് പ്രത്യേകത? ഇന്റേൺഷിപ്പിന്റെ വൈവ ചോദിക്കും. നിങ്ങൾ എന്തൊക്കെ അവിടുന്ന് ചെയ്തു ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. കോപ്പി അടിച്ചിട്ടൊന്ന് കേസ് എഴുതി വെക്കല്ലേ, നല്ല അബദ്ധമാവും. കാരണം വൈവയില് നമ്മള് ഇടങ്ങാറാണ്. അവർ ഈ റെക്കോർഡ് വെച്ചിട്ടാ വൈവ ചോദിക്കാം. നിങ്ങൾ എഴുതിക്കൊണ്ട് ഇന്റേൺഷിപ്പ് റെക്കോർഡ് ഉണ്ടാവും, അത് വെച്ചിട്ടാ വൈവ ചോദിക്കാം. കൃത്യമായിട്ടൊരു ധാരണ ഇല്ലെങ്കിൽ നമ്മള് ഇടങ്ങാറായി പോകും. മാം, ടോട്ടൽ ഫീ ഒന്ന് പറയുമോ? ഏതിന്റെയാണടാ? ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇത് എനിക്ക് അറിഞ്ഞൂടാ. അത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റാഫിനാണ് അറിയുന്നത്. അത് ഇപ്പം ഓരോ രീതിക്ക് അനുസരിച്ചിട്ടാണ് വരുന്നത്. ഫാമിലി ആണെങ്കിൽ അതിനനുസരിച്ച് ചിലവർ മക്കളെ കൊണ്ടുവരാറുണ്ട്. അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാറുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള എനിക്കറിയില്ല. ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ PhD വേണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ഷാനവാസ്ക. അതിനൊരു ഹെഡ് ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഗൈഡ് ആവാൻ PhD നിർബന്ധമാണ്. ഐ മീൻ ഗൈഡ് ആവാൻ നിർബന്ധമാണ്. ഇന്റേൺഷിപ്പിന്റെ ക്ലാസ് എന്ന് പറയുന്നത് 20 ദിവസം ക്ലിനിക്കൽ ക്ലാസ്സും ഒരു 10 അല്ലെങ്കിൽ ഒരു 1 വീക്ക് മാനസിലുമാണ്. എന്തായാലും 20 ദിവസം ക്ലിനിക്കിൽ തന്നെയാണ് ക്ലാസ് ഉണ്ടാവുക. പിന്നെ മാനസിൽ 10 കേസ് എടുക്കുക എന്നുള്ളതാണ്. 1 വീക്കാണ് നമ്മൾ സാധാരണ ഇടാറുള്ളത്. 10 കേസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പണിപ്പെട്ട കാര്യമായിട്ടോ. കാരണം മിണ്ടാത്തവരുണ്ടാവും, അവരെ മിണ്ടിപ്പിച്ച് അവരുടെ കേസ് എടുത്തോളണം. ചാലഞ്ചാണ്. കാരണം ഇൻസൈറ്റ് ഇല്ലാത്തവരാണ്. ഈ വെക്കേഷൻ ടൈം ഉണ്ടല്ലോ, ഏപ്രിൽ മെയ് മാസം, ആ സമയത്ത് ഇന്റേൺഷിപ്പിന് വരാൻ പറ്റുമോ? അല്ലേ? ഓ, അപ്പോഴാണ് ഇഷ്ടം പോലെ പിള്ളേർ വരാം. ഏപ്രിൽ മെയ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. നമ്മള് നേരത്തെ രജിസ്റ്റർ ചെയ്തിടണോ? അത് ഞാൻ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും. കാരണം മാർച്ച് ഏപ്രിലൊക്കെ പെട്ടെന്ന് ബുക്കായി പോവാറുണ്ട്. കാരണം എനിക്ക് അറ്റ് എ ടൈം 25 ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്റെ ഇന്റേൺഷിപ്പ് എന്നൊക്കെ അറിയാൻ വേണ്ടി അഫാസ് വെൽനെസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അഫാസ് വെൽനെസ്, AFAS വെൽനെസ് നോക്കിയാൽ നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ കുറെ ബാച്ചിന്റെ കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് എങ്ങനെയാണ്, ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയാൻ തോന്നുന്നത്. മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് സ്റ്റാറ്റി പരീക്ഷ എഴുതിയ ആളാണ് ഞാന്. സത്യത്തില് സ്റ്റാറ്റി എഴുതണ്ടെന്ന് തീരുമാനിച്ചായിരുന്നു. പക്ഷെ മാമിന്റെ ആ അനോവ, അതുപോലെ പിന്നെ മാൻ വിറ്റ്നി, ഏതൊക്കെയോ ക്ലാസ്സസ് ഞാൻ കണ്ടിട്ടാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത്. താങ്ക് യു വെരി മച്ച്. അങ്ങനെ തന്നെ കേട്ടോ. എന്റെ ലൈവ് ക്ലാസ് അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. നമ്മള് കുറെ കഥയും പറഞ്ഞ് ചിരിച്ച് നല്ല അടിപൊളി ക്ലാസ് ആണ്. അടിപൊളി. ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പോലും കോൺഫിഡൻസ് വരുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു ആ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. നല്ല സെക്കൻഡ് ഇയർ ക്ലാസ്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ എ വെരി ഗുഡ് ടീച്ചർ.
ഞാൻ ആസ്വദിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഞാന് ഇപ്പൊ നന്നായിട്ട് കെട്ടിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ്. ശരിക്കും ഞാൻ സൺഡേ ലീവാണ്, പക്ഷെ ഇന്ന് ആക്കാൻ കാരണം ഒത്തിരി പേർക്ക് സൺഡേ ആവുമ്പോൾ ഒഴിവാണല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞേ, റിയൽ സൈക്കോളജി അതിന്റെ ആധികാരികമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാം. കുറേ ഫേക്ക് സാധനങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിപ്പം ഏത് പാഷനേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്കും അതൊന്ന് ഉപകാരപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ മെയിൻ ലക്ഷ്യം. അപ്പോ മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് സജസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യുക. സെക്കൻഡ് ഇയറിന്റെ ക്ലാസ്സസ് 25 നാളേക്ക് ആകുമ്പോഴത്തേക്ക് അഡ്മിഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. എന്റെ അടുത്ത് അഡ്മിഷൻ ചെയ്ത ഇന്റേൺഷിപ്പ് ചെയ്താൽ വീണ്ടും ചെയ്യണം. പക്ഷെ ഏതൊക്കെയോ സെന്ററിന് PhD വേണം. PhD ഉള്ളവരൊന്നും സാധാരണ ക്ലിനിക്കിലൊന്നും ഉണ്ടാവാറില്ല. എനിക്കറിയില്ല PhD വേണം എന്നൊക്കെ ഉള്ളത്. PhD ഉള്ള ആളെടുത്തുനിന്ന് വേണം എന്നൊക്കെ ഉള്ളത്. ഇനിയിപ്പോ PhD ഉള്ള ആൾ നിർബന്ധമാണ് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ സാറിന്റെ ക്ലിനിക്ക് ഉണ്ട് എറണാകുളത്തുള്ളവർക്ക് എന്റെ സാറിന്റെ അടുത്ത് ചെയ്യാട്ടോ. ഡോക്ടർ പ്രജീഷ് പാലതറ സാറിന്റെ അടുത്തുള്ള ക്ലിനിക്ക് ഉണ്ട്. സോ അത് ഞാൻ എറണാകുളത്തുള്ളവർക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാനിങ്, ഈ രജിസ്ട്രേഷൻ പ്രോസസ് ഒക്കെ തീർന്നാലോ, ഒരു 25 കഴിഞ്ഞിട്ടാണ്. എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയറിനോട് ഫസ്റ്റ് ഇയറും കൂടെ വേണ്ടവര് എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ട് അതും തരാം. ഓക്കെ, തരാം. അപ്പൊ അതിന് റേറ്റ് കൂടൂല മാഡം? പക്ഷെ സാധാരണ ഫീ ആയിരിക്കില്ല. ലൈക്ക് ചെറിയൊരു പേയ്മെന്റ് കൂടെ വരത്തുള്ളൂ. അല്ലാതെ പറയാൻ കാരണം ഫസ്റ്റ് ഇയറിന്റെ കുറച്ച് അബദ്ധമായത് കൊണ്ട് അത് എന്തായാലും വേണ്ടി വരുന്നെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ചാക്കുമ്പോൾ ബുദ്ധിമുട്ടാവൂലല്ലോ. എമൗണ്ട് തന്നെ എന്താ പറയാ, കുറച്ച് ഞാനാണ് ഇതിന്റെ എല്ലാം. അതുകൊണ്ട് എനിക്ക് പറയും, നിങ്ങള് ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട് പേയ്മെന്റിനായിട്ടൊന്നും ഇരിക്കുന്നല്ല, നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെറിയൊരു എമൗണ്ടിലാണ്, ആകെ 7,500 മാത്രമായിരുന്നു ഫസ്റ്റ് ഇയറിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആപ്പ് 1 ഇയർ യൂസ് ചെയ്യുക, നോട്ട്സ് നമ്മൾ ഒത്തിരി ക്യാഷ് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് ഒത്തിരി ബെനിഫിഷ്യൽ അല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് കുറച്ചുകൂടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. സെക്കൻഡ് ഇയർ തട്ടിക്കൂട്ടി എടുത്തു കൊടുത്താൽ ഒന്നും മനസ്സിലാവില്ല. സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, കോഗ്നിറ്റീവ് ആയിക്കോട്ടെ, സ്റ്റാറ്റി ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാന്നുള്ളൂ. ഫസ്റ്റ് 3 months കഴിഞ്ഞാൽ 2 എക്സാം എഴുതിക്കൂടെന്നു നോക്കാം. അടുത്ത ജൂണിലേക്ക് വേണമെങ്കിൽ 2 സബ്ജക്റ്റ് ഒക്കെ എഴുതാൻ പറ്റുമായിരിക്കും. ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഒരു സബ്ജക്ട് എന്തായാലും എഴുതാം. കാരണം തട്ടിക്കൂട്ടി പഠിച്ചാലേ ഒക്കൂല കേട്ടോ. കാരണം എവിടെ നിന്നൊക്കെയോ ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫുള്ള് പഠിച്ചാലേ നമുക്ക് സെക്കൻഡ് ഇയറിന് ആൻസർ. സെക്കൻഡ് ഇയർ കുറച്ച് ടൈറ്റ് ആട്ടോ. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ പാസ്. അത് ഞാൻ ഉറപ്പിച്ചു പറയാം. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇഗ്നോയുടെ PG പാസ്സാവാൻ പറ്റത്തുള്ളൂ. തട്ടിമുട്ടി പഠിച്ചാൽ പാസ്സാവാൻ പറ്റില്ല. നിങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ പരിചയമുള്ളവരുണ്ടോ? എഴുതി പരിചയമുള്ളവർക്ക് നന്നായിട്ട് മനസ്സിലാവും. തട്ടിമുട്ടി ഒന്നും പാസ്സാവില്ല. ഇഗ്നോയുടെ PGയുടെ കേസിൽ നടക്കില്ല. പിന്നെ അസൈൻമെന്റിനൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യൂ കേട്ടോ. കാര്യങ്ങളൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് ഇയറിനും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ഇയറിനും ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ ക്ലാസ്സസിന്റെ കാര്യങ്ങളൊക്കെ, എന്റെ ബേസിക് ക്ലാസ്സസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സൈക്കോളജിയിൽ ഒന്നും ഇല്ലാത്തവർ ആ ക്ലാസ് കാണുകയാണെങ്കിൽ കുറെ, അത് ശരിക്കും വേണം കേട്ടോ. ഒരു ബേസും ഇല്ലാത്തവർ ആ 16 ക്ലാസ്സസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിരിക്കും സെക്കൻഡ് ഇയറിന്റെ ക്ലാസ്സസ്. കാരണം അതിനൊക്കെ ഒരു കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. ഓക്കെ ആണോ? എനിത്തിങ് എൽസ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എക്സ്ക്യൂസ് മീ, ഈ ഡിസംബറിലാണ് എഴുതിയ ആളുകൾക്ക് സെക്കൻഡ് ഇയർ പരീക്ഷ ജൂണിൽ റീ രജിസ്റ്റർ ചെയ്ത് 1 വർഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ഓ, അങ്ങനെയാണോ? അല്ലാണ്ട് ഇനി ജൂണിൽ എഴുതാൻ പറ്റില്ല. ഇപ്പൊ റീ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം എടുക്കണം. കാരണം അതാണ് 6 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ തീരൂല. അത് ഇഗ്നോ തന്നെ പറയുന്നുണ്ട്. ഓക്കെ. റീ രജിസ്റ്റർ ഇപ്പൊ ഡിസംബറിലാണ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അടുത്ത ഡിസംബറിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജൂണിൽ എഴുതാം. അത്രേ ഉള്ളൂ. റീ രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് പരീക്ഷ എഴുതാനും പറ്റില്ലല്ലോ. നോ. ഓക്കെ.
സോ നമുക്ക് ഇനി അടുത്ത ഡിസംബറിലെ സെക്കൻഡ് ഇയർ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോഴേക്കും ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും, നമ്മളിപ്പോ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കാണ് തീർത്തത്, അതുപോലെ ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴേക്കും തീർത്ത് റിവിഷൻ ഒക്കെ ചെയ്ത് പാട്ടും പാടിപ്പോയി എക്സാം. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും ആ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റ്. മാഡത്തിന്റെ നമ്പർ ഒന്ന് തരുമോ? ഞാൻ അയക്കുന്നുണ്ട്, എന്റെ നമ്പർ ആണ്. പിന്നെ നമ്മുടെ ഇനി ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, സൈക്കോസ്റ്റിക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡ് ആയാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അതിൽ വരും കേട്ടോ. മാം ഫസ്റ്റ് ഇയറിന്റെ ഫുൾ സബ്ജക്ട് പാസ്സായാൽ മാത്രമേ സെക്കൻഡ് ഇയർ എഴുതാൻ പറ്റുള്ളൂ? അങ്ങനെയില്ല, അങ്ങനെയില്ല, അത് എഴുതിയെടുത്താൽ മതി എന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു നിർബന്ധമൊന്നുമില്ല, പാസ്സാവണമെന്നില്ല റീ രജിസ്റ്റർ ചെയ്യാൻ. 4 വർഷം കൊണ്ടാണല്ലോ പൂർത്തിയാക്കാന്നുള്ളത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അസൈൻമെന്റ്സ് നമുക്ക് ജൂണിൽ, അതായത് മാർച്ച് 31 ഒരു ഡേറ്റ് കാണുന്നുണ്ടല്ലോ, ആ സമയത്ത് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാവോ? ജൂണിൽ എഴുതണമെങ്കിൽ മാർച്ചിൽ ചെയ്യണ്ടുള്ളൂ. ഡിസംബറിലാണെങ്കിൽ മാർച്ചിൽ തന്നെ വെക്കണം എന്നില്ല. ഓക്കെ. അല്ല, സപ്പോസ് നമ്മളിപ്പം നേരത്തെ പഠിക്കാൻ തുടങ്ങിയ ഒരാളാണെന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം റീ രജിസ്ട്രേഷൻ ചെയ്ത് എഴുതാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെക്കണം. ജൂണിൽ എഴുതാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഏപ്രിലിൽ വെക്കണം. ഓക്കെ, അത് അവർ അലൗ ചെയ്യും തോന്നുന്നു അല്ലേ? നമ്മൾ 31 അസൈൻമെന്റ്സ് ഒക്കെ വെച്ച് ഇന്റേൺഷിപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം ചെയ്ത്. പിന്നെ കംപ്ലീറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ ഒത്തിരി കുറച്ചധികം ഉണ്ട്. ഇന്റേൺഷിപ്പും കംപ്ലീറ്റ് ചെയ്യണം. ഒത്തിരി പഠിക്കാനുണ്ട്. പഠിക്കാന്ന് വെച്ചാൽ ഒത്തിരി അറിവ്. വൈവ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ. ഫസ്റ്റ് ഇയറിനെക്കാട്ടി വൈവ് ചോദിക്കുക സെക്കൻഡ് ഇയറിലെയാണ്. വൈവ് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണ്ടേ. 2 വിഷയത്തിലും പ്രാവീണ്യം വേണം. അതെ. കുറച്ച് റിലാക്സ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസംബർ ആണ്. കൗൺസിലിംഗിൽ പ്രാവീണ്യം വേണം. ഓക്കെ. ആണോ? കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയത് സെക്കൻഡ് ഇയർ ആണ് കുറച്ചുകൂടെ ടഫ്. പക്ഷെ കുഴപ്പമില്ല, സെറ്റാക്കാം. അതെന്റെ വാക്ക്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ മാഡം. പിന്നെ അതുപോലെ ഒന്ന് നമുക്ക് ക്ലാസ് അടുത്ത മാസം തുടങ്ങും അല്ലെ? ഇതിന്റെ ക്ലാസ് തുടങ്ങാന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സബ്ജക്ട് ഒരു 3 മാസമൊക്കെ എടുത്തിട്ട് തീർക്കാനാണ് പ്ലാൻ ഉള്ളത്, ഒരു സബ്ജക്ട്. അപ്പൊ ഒരു 9 മാസമാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ അത് 10 മാസം ആവാം. നമുക്ക് 1 മാസം എന്തായാലും റിവിഷന് വേണ്ടി എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ പ്ലാൻ ചെയ്യുന്നത്. ആഴ്ചയിൽ ഞാൻ ഒരു 2-3 ദിവസത്തെ ക്ലാസ്സസ് ഉണ്ടായിരിക്കുള്ളൂ, കാരണം 2 സ്ട്രീമിനും ക്ലാസ്സസ് ഉണ്ടല്ലോ. അപ്പൊ ക്ലാസ് ഉണ്ടാവുക? നൈറ്റിലാണോ ക്ലാസ് വെക്കുക? അല്ല ഏത് ടൈം ഉണ്ടാവും? മോർണിംഗിലാണ് സാധാരണ വെക്കാറുള്ളത്. നൈറ്റില് പിന്നെ എന്താ പറയാ, ബഹളം. നിങ്ങൾ എന്താ ചെയ്താൽ മതി, ഒരു ദിവസം 1 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. കാരണം ലൈവിന്റെ റെക്കോർഡിങ്സ് ആണല്ലോ. അപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ കേട്ടാൽ മതി. ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അന്നന്ന് തന്നെ റെക്കോർഡിങ്സ് അവൈലബിൾ ആവും. സോ 1 മണിക്കൂർ മാറ്റി വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. എങ്കിൽ കുഴപ്പമില്ല, 1 മണിക്കൂർ അല്ലെ? 1 മണിക്കൂർ മാറ്റി നമ്മള് 1 മണിക്കൂർ ക്ലാസ് എടുക്കാം. അതില് കുറെ ചളികളും കഥകളും ഒക്കെ ഉണ്ടാവും. ഒരു 3/4 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരിക്കും. 1/4 മണിക്കൂർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ഒക്കെ ചെയ്ത് അങ്ങനെ പോവാറ്. ഓക്കെ, താങ്ക് യു മാം. അപ്പോ കാര്യങ്ങളൊക്കെ കുറെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സെഷൻ പ്രൊഡക്റ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു. എനിക്ക് ആകെ പറയാനുള്ളത്, ഡിസംബറിലാണോ ക്ലാസ് തുടങ്ങുന്നത് അതോ ജനുവരിയോ? 25ന് ശേഷമാണ് ക്ലാസ് തുടങ്ങാൻ വിചാരിക്കുന്നത്. റീ രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്റർ ഉണ്ട്, അശോകൻ. കോർഡിനേറ്ററിന്റെ നമ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. റീ രജിസ്റ്ററിന് ഹെൽപ്പ് അശോകൻ ചെയ്യും. നമ്മുടെ രജിസ്ട്രേഷൻ നാളെ തൊട്ട് സ്റ്റാർട്ട് ആവും എന്നാണ് വിചാരിക്കുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും ക്രിസ്മസിന് ശേഷം. കാരണം ക്രിസ്മസ് വെക്കേഷൻ എല്ലാവരും ഒന്ന് പുറത്തു പോകാനും ഒക്കെ ഞാൻ വല്ലാണ്ട് വിചാരിക്കുന്നില്ല. ഇന്റേൺഷിപ്പ് ഉണ്ട്, എന്നാലും അത് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നുള്ള രീതിയിലാണ്. അപ്പൊ നിങ്ങൾ 2 സ്ട്രീമിന്റെ ക്ലാസ്സും കിട്ടും കേട്ടോ. പറ്റുന്നവർ 2ഉം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ മാം. അപ്പൊ
ഹോപ്പ് ദ സെഷൻ വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു ക്ലാസ്സുമായി ഞാൻ വീണ്ടും കാണുന്നതാണ്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ച പോലെ പഠിക്കാണ്ട് ഒന്നൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് ഈ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. Bye, Mr.